ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ ബ്ലോക്ക് 2 പാർട്ട് 2 ആണത്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി പബ്ലിക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് പാർട്ട് 2 മുതൽ, അതായത് വെർബ് എന്താന്നുള്ളത് മുതലാണ് എടുക്കുന്നത് കേട്ടോ. വെർബ് ഷീ ഈസ് ഡാൻസിങ്, അതായത് വെർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിംപ്ലി എന്ത് പറയും? ക്രിയ എന്ന് പറയും. അതായത് എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണല്ലേ എന്തെന്ന് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. ഷീ ഈസ് ഡാൻസിങ് എന്നതിൽ വെർബ് ഏതാണ്? ഡാൻസിങ്. ഹി ഈസ് റീഡിങ് എ ഷോർട്ട് സ്റ്റോറി, അപ്പോൾ അതിലെ വെർബ് ഏതാണ്? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ, റീഡിങ്. അപ്പോൾ അതിലെ വെർബ് എന്ത് വരും? റീഡിങ് എന്ന് വരും. എ വെർബ് ഈസ് എ ടേം യൂസ് ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതായത് എന്തെങ്കിലും ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് കാണിക്കാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് വെർബ് എന്ന് പറയുന്നത്. ദി വെർബ്സ് ഹാവ് ആൻ ഇൻഡിപെൻഡൻറ്റ് മീനിങ് ആർ കോൾഡ് ലെക്സിക്കൽ വെർബ്സ് ഓർ മെയിൻ വെർബ്. അതായത് ഇൻഡിപെൻഡൻറ്റ് മീനിങ്, ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യമാണ്. അത് തന്നെയാണ് ഇവിടെയും കൊണ്ടുവരുന്നത്. ആ ഒരു തീമിലേക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതായത് സ്വന്തമായിട്ടൊരു അർത്ഥം ഉള്ള കാര്യങ്ങൾ, ഒരു വേർഡ്സിനെ നമ്മൾ എന്ത് പറയും? ലെക്സിക്കൽ വെർബ്സ് അല്ലെങ്കിൽ മെയിൻ വെർബ്സ് എന്ന് പറയും. അതായത് സ്വന്തമായിട്ടൊരു അർത്ഥം ഉണ്ട്, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, അവരിനെ നമ്മൾ എന്ത് പറയും? ലെക്സിക്കൽ വെർബ്, മെയിൻ വെർബ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതായത് ലേൺ എന്താ? പഠിക്കുക. ഈറ്റ് കഴിക്കുക. സ്ലീപ്പ് ഉറങ്ങുക. റൈറ്റ് എഴുതുക. അതായത് ഇങ്ങനെ പറയുമ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അതായത് അത് ആ ഒരു വാക്ക് തന്നെ നിന്നാലും നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഇത് നോക്കിയേ, ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഇല്ലാത്ത വെർബ് ഏതൊക്കെയാണ്? ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, വുഡ്, മസ്റ്റ്, യൂസ് ടു, ഓട്ട് ടു, നീഡ്, ഡെയർ. അതായത് ഒരു കാര്യം ചെയ്യുക അല്ല, പകരം എന്തെങ്കിലും ഒരു കാര്യത്തിനെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഇല്ല. അതിന് എന്തിനെങ്കിലും കൂടെ വരുമ്പോഴാണ് അതിനൊരു മീനിങ് ഉണ്ടാവുന്നത്. അങ്ങനത്തെ രീതിയിലുള്ള വെർബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ് എന്നുള്ള വാക്കിൽ തന്നെ ഉപയോഗിച്ചോ ഒന്ന് നോക്കിയാൽ മതി. ഹെൽപ്പിംഗ്, എന്തിനെങ്കിലും ഒന്ന് കണക്റ്റ് ചെയ്യാൻ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് ലെക്സിക്കൽ വെർബ്. അതിനെന്തുണ്ട്? ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു മീനിങ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഏതിലൊക്കെ ഉപയോഗിക്കും? ലെക്സിക്കൽ വെർബ് ഫിസിക്കൽ ഓർ മെൻ്റൽ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അവൻ ആംഗ്രി ആണ്, അവൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, അവന് വിശന്നിരിക്കുകയാണ്, അവൻ ഡാൻസ് കളിക്കുകയാണ്. പിന്നെ അതേപോലെ വെയിറ്റ്, ഏജ്, സൈസ്, പ്രൈസ്, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഹൗ മച്ച് ഈസ് ദിസ് ടോയ്, അതായത് ഈ ടോയ്ക്ക് എത്രയാണ്, എന്താണ് ഈ ടോയിൻ്റെ വില എന്താണ് എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട്, എത്രയാണെന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ അതേപോലെ അവൻ ടീച്ചറാണ്, അവനൊരു ഡോക്ടറാണ്, ഹി ഈസ് എ ലോയർ, അവനൊരു വക്കീലാണ് എന്നുള്ളത് സ്ഥാപിച്ച ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുമ്പോഴും നമ്മൾ ഏതാണ്? ലെക്സിക്കൽ വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ എന്തെങ്കിലും റിക്വസ്റ്റ് ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കമാൻഡ് ചെയ്യാനോ എന്തെങ്കിലും ഓർഡർ ചെയ്യാനോ, ബി ബോൾഡ് എന്നൊക്കെ പറയില്ലേ, അതായത് എപ്പോഴും ബോൾഡ് ആയിരിക്കണം, ബി സ്ട്രോങ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിലാണ് വരണത്? ലെക്സിക്കൽ വെർബിലാണ് വരുന്നത്. ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഉള്ള ലെക്സിക്കൽ വെർബിൽ, മെയിൻ വെർബിലാണ് വരുന്നത്. മറ്റേത് ഏതാണ്? ഹെൽപ്പിംഗ് വെർബ്, ഓക്സിലറി വെർബ്. അതിന് സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻസി ഇല്ല, ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഇല്ല. എന്താണ്? ഹെൽപ്പിംഗ് വെർബാണ്. എന്തിൻ്റെങ്കിലും കൂടെ വന്നാൽ മാത്രമാണ് അതിനൊരു മീനിങ് ഉണ്ടാവുന്നത്. ഇനി ഓക്സിലറി വെർബ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രൈമറി ഓക്സിലറീസും ഒന്ന് മോഡൽ ഓക്സിലറീസും. പ്രൈമറി ഓക്സിലറീസും am, is, are, was, were, has, have, had, do, does, did, being, been. ഓക്കെ, ഇനി മോഡൽ ഓക്സിലറീസ് ആകുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പ്രൈമറി ഓക്സിലറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസ്, ആറ്, ആം, ഇങ്ങനെ ഐ കഴിഞ്ഞിട്ടോ യു കഴിഞ്ഞിട്ടൊക്കെ വരുന്നത് മെയിനായിട്ടും ഹാഡ്, ഹാവ്, ഹാസ്, ഡു, ഡസ്, ഡിഡ്, ബീങ്, ബീൻ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അതായത് ഓരോ സെറ്റായിട്ട് ഈം, ആം, ഈസ്, ആർ, വാസ്, വേർ, പിന്നെ ഹാസ്, ഹാവ്, ഹാഡ്, പിന്നെ ഏതാണ്? ഡു, ഡസ്, ഡിഡ്, പിന്നെ ബീങ്, ബീൻ. ബാക്കിയുള്ളതെല്ലാം മോഡൽ ഓക്സിലറീസിലാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കി മോഡൽ ഓക്സിലറീസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു മൊത്തത്തിലൊരു ഒരേ ചായ തോന്നുന്ന പോലെ എന്താണ്? വിൽ, വുഡ്, ഷോൾ, ക്യാൻ, കുഡ്, ഷുഡ്, മൈറ്റ്, മസ്റ്റ്, യൂസ് ടു, ഓട്ട് ടു, നീഡ്, ഡെയർ, അല്ലേ? മൊത്തത്തിലൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് മോഡൽ ഓക്സിലറീസ് അല്ലേ? ഇപ്പോൾ സിമ്പിളായിട്ടുള്ളത് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് എങ്ങനെയാണ് ഓർമ്മ നിൽക്കുന്നത് അങ്ങനെ ഓർത്ത് വയ്ക്കാം കേട്ടോ.
ഇനി യൂസസ് ഓഫ് പ്രൈമറി ഓക്സിലറീസിൻ്റെ യൂസസ് ഏതാണ്? ആദ്യം ബി എന്നുള്ള പ്രൈമറി ഓക്സിലറീസിൻ്റെ യൂസ് നോക്കാം. ഈ ബി എന്നുള്ള പ്രൈമറി ഓക്സിലറീസിൻ്റെ ഫോംസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈസ്, ആം, ആർ, വാസ്, വേർ, ബി, ബീയിങ്, ബീൻ എന്ന് പറയണതൊക്കെ ഏതിൻ്റെ ഫോമാണ്? ബി എന്നുള്ളതിൻ്റെ ഫോമാണ്. അങ്ങനെ മൊത്തത്തിലാണ് നമ്മൾ ബി എന്നുള്ളത് വിളിക്കേണ്ടത് കേട്ടോ. ഇതിനെ എല്ലാത്തിനെയും കൂടിയിട്ട് ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ഫോംസിൽ അത് നമുക്ക് അറിയണതാണ്. ഹി ഈസ് ലോഫിങ്, ഹി ഈസ് ക്രൈയിങ്, ഷീ ഈസ് ഡാൻസിങ് എന്നൊക്കെ പറയണത് ഏതാണ്? കണ്ടിന്യൂസ് ഫോംസ് ആണ്. അതിൽ നമ്മൾ കൂടുതൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഈസ് ആണ് അല്ലേ യൂസ് ചെയ്യണത്. ഇനി കുറേ ആളുകളുണ്ടെങ്കിലോ ഒരാളുണ്ടെങ്കിലാണ് ഈസ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുക. കുറേ ആളുകളുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്ലൂരൽ ഫോമിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ദേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ എന്നല്ല അർത്ഥം. അപ്പോൾ അതൊരു പ്ലൂരൽ ഫോമാണ്. ഒരാളല്ലല്ലോ അവിടെ ഉള്ളത്. അവർ എന്ന് പറയുമ്പോൾ അവിടെ എത്ര പേരുണ്ട്? ഒന്നിലധികം ആൾക്കാരുണ്ട്. എത്രയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ പ്ലൂരൽ ഫോമിൽ വരുമ്പോഴാണ്. അതേപോലെ യു എന്നുള്ളത് കഴിഞ്ഞിട്ട് വരുമ്പോഴും ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ആർ ഉപയോഗിക്കുക. ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഹി, ഷീ, ഐ എന്ന് പറയുമ്പോൾ എന്ത് പറയും? ആം പറയും അല്ലേ. ഹി, ഷീ എന്നൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈസ് യൂസ് ചെയ്യും. അപ്പോൾ ഹി ഈസ് ലോഫിങ്, ഷീ ഈസ് ക്രൈയിങ് ഒക്കെ ഉണ്ടോ? ഈസ് ആണ് അവിടെ വന്നത്. മറ്റേതാണെങ്കിൽ ആർ വരും. ദെൻ ഇൻ പാസീവ് ഫോംസ്, രണ്ടാമത്തത് ഏതാണ്? പാസീവ് ഫോംസ്. അതായത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വാസ് വെക്കും നമ്മൾ. അതായത് ഈസ് വെക്കണത് എപ്പോഴാണ്? പ്രസൻറ്റ് ടെൻസിൽ. വാസ് വെക്കേണ്ടത് എപ്പോഴാണ്? നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അതായത് ഹി വാസ് ഹെൽപ്ഡ് ബൈ ഹിസ് ഫ്രണ്ട്. അവൻ്റെ ഫ്രണ്ടിൻ്റെ സഹായം സ്വീകരിച്ചിരുന്നു. അതായത് ഫ്രണ്ട് അവനെ സഹായിച്ചിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സഹായിച്ചിരുന്നു അതൊരു പാസ്റ്റ് ടെൻസാണ്, കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. എ ബ്രിഡ്ജ് വാസ് കൺസ്ട്രക്റ്റഡ്. ബ്രിഡ്ജ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആയിരുന്നു എന്ന് പറയുന്നില്ല, അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, വാസ് വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി ബി പ്ലസ് ഇൻഫിനിറ്റീവ് ഈസ് യൂസ് ടു സജസ്റ്റ് എ പ്ലാൻ ഓർ ഓർഡർ. അതായത് ഈസ് കഴിഞ്ഞിട്ട് ബീൻ്റെ ഒരു ഫോമാണല്ലോ ഈസ് എന്ന് പറയുന്നത്. മേലെ കൊടുത്തിട്ടുണ്ട് ഫോംസ് ഓഫ് ബി എന്ന് പറയുന്നത്. ആം, ഈസ്, ആർ, വാസ്, വേർ, ബി, ബീയിങ്, ബീൻ. ഇതെല്ലാം എന്താണ്? ബീൻ്റെ ഫോംസ് ആണ്. അപ്പോൾ ഷീ ഈസ് എന്നുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പ്ലാൻ പറയുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഷീ ഈസ് ടു ഗൈഡ് ദി സ്റ്റുഡൻസ്. അവൾ ഈ ഒരു സ്റ്റുഡൻസിനെ എല്ലാം ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The president is to address the nation tonight. പ്രസിഡന്റ് എന്ത് ചെയ്യും? ഇന്ന് രാത്രി ഒരു നേഷനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതൊക്കെ ഒരു പ്ലാനാണ് അല്ലേ. ആ പ്ലാന് പറയാൻ വേണ്ടിയിട്ട്, അത് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ബി പ്ലസ് ഇൻഫിനിറ്റീവ് എന്ന ഫോം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബി എബൌട്ട് പ്ലസ് ഇൻഫിനിറ്റീവ് ഇസ് യൂസ് ടു ഡിനോട്ട് ദി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. അതായത് ചെയ്യാൻ പോകും, ഇന്ന് രാത്രി ചെയ്യാൻ പോകും, അതായത് കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ബി പ്ലസ് എന്നുള്ളത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ബി എന്നുള്ള ഫോം, ഈസ് എന്നുള്ള ഫോം മാത്രമേ ഉപയോഗിക്കുള്ളൂ. പക്ഷേ തൊട്ടടുത്ത് ഇപ്പോൾ തന്നെ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ, ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ, അതായത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ സ്പോട്ടിൽ ചെയ്യാൻ പോണ കാര്യങ്ങളാണെങ്കിലാണ് എന്ത് വരുന്നത്? എബൌട്ട് ടു എന്നുള്ള വാക്ക് വരുന്നത്. ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്, ഈസ് എബൌട്ട് ടു ലീവ്. അതായത് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്, അവൻ എന്ത് ചെയ്യാറായിട്ടുണ്ട്? പോവാറായിട്ടുണ്ട്. എബൌട്ട് ടു ലീവ് അതായത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈസ് എബൌട്ട് എന്നുള്ള ടേം യൂസ് ചെയ്യണത് കേട്ടോ. ഇനി ഹാവിൻ്റെ യൂസസ് എന്താണെന്നൊക്കെ നോക്കാം. ഹാവിൻ്റെ യൂസസ് മെയിനായിട്ടും പ്രസൻറ്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാണ്. ഹാവിൻ്റെ തന്നെ ഒരു ഫോമാണ് ഹാസും ഹാഡും. അതായത് ഷീ ഹാസ് സെൻഡ് എ ലെറ്റർ. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലെറ്റർ സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്ന കാര്യമാണ് അവൾ ഒരു ലെറ്റർ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഹി ഹാഡ് റിട്ടൺ എ പോയം. അവൻ ഒരു പോയം എഴുതിയിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് ടെൻസ് ആണല്ലേ ഇത്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഹി ഹാഡ് എന്ന് പറയുന്നത്, ഹാഡ് വരണത് നിങ്ങളിങ്ങനെ എഴുതി വെച്ചാൽ മതി. ഹാഡ് വരണത് പാസ്റ്റ് ടെൻസിലാണ്, പാസ്റ്റ് പെർഫെക്റ്റിലാണ്. ഹാസ് വരണത് പ്രസൻറ്റ് ടെൻസിലാണ്. ഇനി ഹാവ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതായത് ഒന്നുമില്ല, നിങ്ങളിങ്ങനെ ഒന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് എക്സാമ്പിൾ വായിച്ച് പോവുക. ഇങ്ങനെ കുറേ അധികം പറയണ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ, അയ്യോ അപ്പോൾ അതല്ലേ ഇത്, ഇതല്ലേ അത്. ശരിയാണ്, കുറേ കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ ആയിട്ട് നിങ്ങൾക്ക് ഇനി വരാൻ പോണ സെക്ഷനിൽ തോന്നും. നമ്മൾ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ഒരേപോലെ ചിന്തിച്ച് വെക്കാനുള്ളതുണ്ട്. അത് അങ്ങനെ തന്നെ ചിന്തിച്ച് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ മെയിനായിട്ട് നോക്കി വെക്കുക, എക്സാമ്പിളിലൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും.
ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കിയേ, ഐ ഹാഡ് മൈ റൂംസ് ക്ലീൻഡ്, ഐ ഹാഡ് ദി ടെലിവിഷൻ റിപ്പയർഡ്. അതായത് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന്, എന്തെങ്കിലും കാര്യം ചെയ്തിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി? ഐ ഹാഡ് മൈ റൂംസ് ക്ലീൻഡ്, ഐ ഹാഡ് ദി ടെലിവിഷൻ റിപ്പയർഡ്. ഹാഡ് എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഹാവ് ടു ഈസ് യൂസ് ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻസ്. അതായത് ഐ ഹാവ് ടു സ്റ്റഡി വെൽ, എനിക്ക് നന്നായിട്ട് പഠിക്കണം. ഐ ഹാവ് ടു ഡു മൈ ഹോംവർക്ക്, എനിക്ക് ഹോംവർക്ക് ചെയ്യണം. ഐ ഹാവ് ടു ഈറ്റ്, എനിക്ക് കഴിക്കണം എന്നുള്ളതൊക്കെ പറയാണ്. ഓക്കെ, എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് പറയാനും നമ്മൾ എന്ത് ഉപയോഗിക്കും? ഐ ഹാവ്, എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും. എനിക്കത് ചെയ്യാനുണ്ട്, എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്, അങ്ങനെ എനിക്കുണ്ട് എന്നുള്ള രീതിയിലാണ് ഐ ഹാവ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഹാഡ് ബെറ്റർ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ്. ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഹാഡ് ബെറ്റർ സ്റ്റേ അറ്റ് ഹോം. അതായത് അൺറിയൽ പാസ്റ്റ്. അൺറിയൽ പാസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു, വല്ല ആവശ്യമുണ്ടോ ഇങ്ങോട്ട് വരേണ്ടത്, എനിക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഐ ഹാഡ് ബെറ്റർ സ്റ്റേ അറ്റ് ഹോം, ഞാൻ വീട്ടിലിരിക്കണതായിരുന്നു നല്ലത്, വീട്ടിലിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയില്ലേ. അത് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, പോന്നു കഴിഞ്ഞു, വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞു, ഇനി തിരിച്ച് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അൺറിയൽ ആയിട്ടുള്ളൊരു പാസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹാഡ് ബെറ്റർ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐ ഹാഡ് ബെറ്റർ സ്റ്റേ അറ്റ് ഹോം, യു ഹാഡ് ബെറ്റർ ലീവ് ദാറ്റ് ഹൗസ്. നിനക്ക് ആ വീട് വിട്ടിറങ്ങിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ദെൻ ഹാവ് ആസ് മെയിൻ വെർബ്. മെയിൻ വെർബായിട്ട് ഹാവ് വരണ സമയത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പൊസസീവ്നെസ്. അതായത് എൻ്റെയാണ്, ഓൺ സംതിങ്, എൻ്റെയാണ്, അത് എൻ്റെയാണ്, എന്താണ്, വീണയുടെയാണ്, അത് രാഹുലിൻ്റെയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. രാഹുൽസ് പിയാനോ, അതായത് ഷീ ഹാസ് എ റെഡ് കാർ, അവൻ എന്തുണ്ട്, അവൾക്ക് എന്തുണ്ട്, ഒരു റെഡ് കാർ ഉണ്ട്, ആ റെഡ് കാറിൻ്റെ ഓണറാണ് അവൾ. അങ്ങനെ എന്തെങ്കിലും ഒരു ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹാസ് ഉപയോഗിക്കും. ഹി ഹാസ് എ പിയാനോ, അവന് പിയാനോ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കല്ലേ, ഹാസ് എന്നുള്ളത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഹാവ് ഈസ് യൂസ്ഡ് വിത്ത് ഡു ടു ഇൻഡിക്കേറ്റ് ഹാബിച്വൽ ആക്ഷൻ. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വൈകുന്നേരം ഒരു 5 മണിക്ക് എന്ത് ചെയ്യണോ, ചായ കുടിക്കണോ, അല്ലെങ്കിൽ ടീ ബ്രേക്കാണ്, രാവിലെ 11 മണിക്ക് ഇൻ്റർവെല്ലാണ്, അതൊക്കെ ഒരു ഹാബിച്വൽ ആക്ഷനാണ്. ഇന്നും നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ച് വരുന്ന ആ ഒരു രീതിയാണല്ലോ. 11 മണിക്ക് ഇൻ്റർവെല്ലുണ്ട്, 5 മണിയാകുമ്പോൾ ടീ ബ്രേക്ക് ആണെന്നൊക്കെ പറയുന്നത് ഒരു ഹാബിച്വൽ ആക്ഷനാണ്. അങ്ങനെ ഹാബിച്വൽ ആക്ഷന് കാണിക്കാൻ വേണ്ടിയിട്ടും ഹാവ് നമ്മൾ യൂസ് ചെയ്യും. ഡു ദേ ഹാവ് എ ടീ ബ്രേക്ക് അറ്റ് 5 PM? അവന് 5 മണിക്ക് ടീ ബ്രേക്ക് ഒന്നും ഇല്ലേ? സാധാരണ അങ്ങനെയാണല്ലോ ഹാബിച്വൽ ആക്ഷൻ ആയിട്ട് പറയുമ്പോൾ എന്താണ്, ആ ഒരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഹാവ് ഈസ് യൂസ് ടു ഇംപ്ലൈ ടേക്ക് എ മീൽ, ഗീവ് എ പാർട്ടി എറ്റ്സെട്ര. അതായത് ഭക്ഷണം കഴിച്ചോ, ഐ ഹാവ് മീൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഐ ഹാവ് മൈ ഡിന്നർ, ഐ ഹാവ് എ പാർട്ടി. അതായത് ഞാൻ ഡിന്നർ കഴിച്ചു, അതായത് ഐ ഹാവ് മൈ ഡിന്നർ, എനിക്ക് ഐ ഹാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കഴിച്ചു അല്ലേ. ഐ ഹാവ് മൈ ഡിന്നർ, എനിക്ക് 8 മണിക്ക് ഡിന്നർ ഉണ്ട്. ഐ ഹാവ് എ പാർട്ടി ടുമാറോ, എനിക്ക് നാളെ എന്തുണ്ട്, ഒരു പാർട്ടി ഉണ്ട് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മീല്, ഭക്ഷണ ആ ഒരു സമയത്തെയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ഹാവ് ഉപയോഗിക്കും. ഇനി യൂസസ് ഓഫ് ഡു. ഡൂയിൻ്റെ ഫോംസ് ആണ് ഡു, ഡസ്, ഡിഡ് അല്ലേ. ഇതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന അറിയാം. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കിയേ. ഷീ തിങ്സ് ഐ ഡിഡിൻറ്റ് നോ അബൌട്ട് ഇറ്റ് ബട്ട് ഐ ഡിഡ് നോ. അവൾ വിചാരിച്ചു എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന്, പക്ഷേ എനിക്ക് അത് ചെയ്യാൻ പറ്റും. ബട്ട് ഐ ഡിഡ് നോ, എനിക്ക് അത് പറ്റുമായിരുന്നു. ഷീ തിങ്സ്, അവൾ വിചാരിച്ചു ഐ ഡിഡിൻറ്റ് നോ അബൌട്ട് ഇറ്റ്, എനിക്കത് അറിയില്ല എന്ന് അവൾ വിചാരിച്ചു, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറയാണ്. ഐ ഡു പ്രോമിസ് ദാറ്റ് ഐ വിൽ സപ്പോർട്ട് യു. ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഐ ഡു പ്രോമിസ്, ഞാൻ ഇവിടെ സത്യം ചെയ്യുന്നു, പ്രോമിസ് ചെയ്യുന്നു, ഞാൻ നിന്നെ എന്തായാലും എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അതേപോലെ ഞാനും പ്രോമിസ് ചെയ്യുന്നു നിങ്ങളോട്, എന്താണ്, ഞാൻ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് കഴിയാവുന്ന ഐ വിൽ ഡു മൈ ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ എനിക്ക് കഴിയുന്നത് പോലെ നിങ്ങളെ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണുണ്ട് കേട്ടോ. Then to avoid repetition of the main verb. മെയിൻ വെർബിൻ്റെ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഉപയോഗിക്കും. അതായത് ഷീ ലൈക്സ് റീഡിങ് കോമിക് ബുക്സ് ആൻഡ് സോ ഡസ് ഹെർ സിസ്റ്റർ. ദേ ഡിഡിൻറ്റ് അറ്റൻഡ് ദി ഫംഗ്ഷൻ, ഡിഡ് ദേ. അതായത് രണ്ടാമത്തത് നോക്കിയേ, ദേ ഡിഡിൻറ്റ് അറ്റൻഡ് ദി ഫംഗ്ഷൻ. അതായത് അവർക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഡിഡ് ദേ
അതായത് പറ്റിയോ എന്ന് ചോദിക്കുകയാണ്. അവർക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ശരിക്കും അവർക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ എന്ന് ചോദിക്കുന്നതിന് പകരം അവർക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് പറ്റിയോ. അതായത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം, ഡിഡ് എന്നുള്ളത് ഉപയോഗിക്കാം. കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമല്ലേ. ഓക്കെ, ഫസ്റ്റ് ടൈം ഉപയോഗിച്ചിട്ട് രണ്ടാമത്തതും അത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് നമ്മൾക്ക് എന്ത് പറഞ്ഞാൽ മതി, ഡിഡ്, ദേ എന്ന് പറഞ്ഞാൽ മതി. ഇനി ഡു ഈസ് യൂസ്ഡ് ഇൻ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് ദി ലെക്സിക്കൽ വെർബ്. ഡു യു സിങ്? നോ ഐ ഡോണ്ട്. അതായത് എന്തെങ്കിലും ഡു എന്നുള്ളത് നമുക്ക് എവിടെ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഷോർട്ട് ക്വസ്റ്റ്യൻസിലൊക്കെ. എന്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെക്സിക്കൽ വെർബിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഡു ഉപയോഗിക്കാം ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ. ഡു യു സിങ്? നോ ഐ ഡോണ്ട്. ഡു യു റീഡ് ദി ന്യൂസ് പേപ്പർ ടുഡേ? യെസ് ഐ ഡിഡ്. കണ്ടോ, നീ ഇന്ന് ന്യൂസ് പേപ്പറൊക്കെ വായിച്ചോ? അതെ ഞാൻ വായിച്ചു. നീ പാടോ? ഇല്ല ഞാൻ പാടില്ല എന്നൊക്കെ പറയാണ്. ദെൻ ഇൻ കമ്പാരിസൺസിൽ ഉപയോഗിക്കലുണ്ട്. അതായത് ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഐ ഡു. ഞാൻ ഓടുന്നതിനേക്കാളും വേഗത്തിൽ ആരോടും, അവൾ ഓടും എന്ന് പറയാണ്. അപ്പോൾ ഐ ഡു, ഞാൻ ചെയ്യുന്നതിനേക്കാളും, ഐ ഡു റൺസ് ഫാസ്റ്റർ ദാൻ ഐ ഡു, ഞാൻ ചെയ്യുന്നതിനേക്കാളും, ഞാൻ ഓടുന്നതിനേക്കാളും വേഗത്തിൽ അവൾ ഓടും. അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഡു നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്തിനുപയോഗിക്കും, റിക്വസ്റ്റൊക്കെ. അതായത് പ്ലീസ് ഡു ഹെൽപ്പ് യുവർ ബ്രദർ, ഡു ജോയിൻ അസ് ഫോർ ദി മാരേജ് ഫംഗ്ഷൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എളിമയോട് കൂടിയിട്ട്, അതാണല്ലോ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്വസ്റ്റിലും നമ്മൾ എന്ത് ഉപയോഗിക്കും, ഡു എന്നുള്ളത് ഉപയോഗിക്കും. പ്ലീസ് ഡു ഹെൽപ്പ് യുവർ ബ്രദർ, നിൻ്റെ സഹോദരനെ ഒന്ന് സഹായിച്ചു കൂടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത്. ഡു ആസ് മെയിൻ വെർബായിട്ട് ഡു വരണ സമയത്ത് അതൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഐ ഡിഡിൻറ്റ് ഡു ഇറ്റ്, ഞാനത് ചെയ്തിട്ടില്ല. ഐ ഡിഡിൻറ്റ് ഡു ഇറ്റ്, ഞാനത് ചെയ്തിട്ടില്ല. ഡസ് ഷീ ഡു ഇറ്റ്, അവളത് ചെയ്തോ എന്നുള്ള രീതിയിൽ, അത് ചെയ്തോ എന്ന് ഒരു ആക്ഷൻ ആയിട്ട് നമ്മൾ എന്തുപയോഗിക്കും, ഡു മെയിൻ വെർബായിട്ട് ഉപയോഗിക്കും. ഇനി ഫോർമൽ ഗ്രീറ്റിങ്സിൽ, അതായത് ഹൗ ആർ യു ഡൂയിങ്, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണോ, സുഖമായിട്ട് ഇരിക്കുന്നു, ഹൗ ഡു യു ഡു, എന്ത് ചെയ്യുന്നു, എങ്ങനെ ഇരിക്കുന്നു, ഒരു സുഖാന്വേഷണം നടത്തില്ലേ നമ്മൾ ഒരാളിനെ കാണുമ്പോൾ, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡു ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അതർ യൂസസ് ഏതൊക്കെയാണ്, വാട്ട് ഡസ് ഷീ ഡു നൗ, അതായത് ഒക്യുപ്പേഷൻ, അവളിപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്, അവളുടെ ജോലി എന്താണെന്നുള്ളതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡു എന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റും. വാട്ട് ഡസ് ഷീ ഡു നൗ, അവളിപ്പോൾ എന്താ ചെയ്യണേ എന്ന് ചോദിക്കില്ലേ, അതിന് പകരം, അതായത് അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഡു എന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റും. വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് യുവർ പ്രൊമോഷൻ, നിൻ്റെ പ്രൊമോഷൻ കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയില്ലേ. അതായത് ചെയ്യുക അല്ലെങ്കിൽ നോ റോൾ കാണിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്കൊരു റോളും ഇല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും നത്തിങ് ടു ഡു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും ചെയ്യാനില്ല എന്നാണ്. പിന്നെ അതേപോലെ ഒക്യുപ്പേഷൻ, എംപ്ലോയ്മെൻ്റ് ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്തുപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഡു ഉപയോഗിക്കുന്നുണ്ട്. യൂസസ് ഓഫ് മോഡൽ ഓക്സിലറീസ് നമ്മളിപ്പോൾ എത്ര നേരം പറഞ്ഞത് ഏതാണ്, പ്രൈമറി ഓക്സിലറീസ് ആണ് അല്ലേ. ഇനി നമ്മൾ ഏതാണ്, മോഡൽ ഓക്സിലറീസിനെ പറ്റി പറയാണ്. മോഡൽ ഓക്സിലറീസിൽ ഫസ്റ്റ് വൺ ഷാൾ ആണ്. ഷാൾ ഈസ് യൂസ്ഡ് വിത്ത് ദി ഫസ്റ്റ് പേഴ്സൺ ടു എക്സ്പ്രസ് സിമ്പിൾ ഫ്യൂച്ചറിറ്റി. ഐ ഷാൾ വിസിറ്റ് മൈ ഹോം ടൗൺ ടുമാറോ, നാളെ ഞാൻ എന്ത് വിസിറ്റ് ചെയ്യും, എൻ്റെ ഹോം ടൗൺ വിസിറ്റ് ചെയ്യും. അതായത് ഫ്യൂച്ചർ ടെൻസിലാണ് പറയണത്. ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ ഷാളും അതേപോലെ വില്ലും ഒക്കെ ഉപയോഗിക്കുക. ഞാൻ ചെയ്യും, ഞാൻ നാളെ പോവും, നാളെ ഞാൻ ഡാൻസ് കളിക്കും, നാളെ ഞാൻ പാട്ട് പാടും. അതായത് നാളെ ഫ്യൂച്ചർ ടെൻസ് ആണ്, ഇനി വരാനിരിക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കാനാണ് മെയിനായിട്ടും നമ്മൾ ഷാൾ എല്ലാം ഉപയോഗിക്കുന്നത്. ഐ ഷാൾ ലീവ് ഫോർ കൊച്ചി ടുമാറോ മോർണിംഗ് ഇറ്റ് സെൽഫ്, നാളെ രാവിലെ തന്നെ ഞാൻ കൊച്ചിയിൽ നിന്ന് സ്ഥലം വിടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നാളത്തെ കാര്യങ്ങൾ, അതായത് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഷാൾ ഉപയോഗിക്കുന്നത്. യു ഷാൾ നോട്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക്, നീ ഇനി മേല നീ ഈ തെറ്റ് ആവർത്തിക്കരുത്. ഒരു കമാൻഡ് പോലെ, ഒരു ഓർഡർ കൊടുക്കുകയാണ്, ഇനി മേല നീ ഈ തെറ്റ് ആവർത്തിക്കരുത് എന്ന് പറയാണ്. യു ഷാൾ നോട്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക്. യു ഷാൾ ലീവ് ദിസ് പ്ലേസ് അറ്റ് വൺസ്, ഒരു തവണ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഷാൾ ലീവ് ദിസ് പ്ലേസ്, ഈ ഒരു സ്ഥലം വിട്ട് പോകണം എന്ന് പറയുകയാണ്. യു ഷാൾ ലീവ് ദിസ്, അതൊരു ഓർഡർ പോലെയാണ് കൊടുക്കുന്നത്. ഒരു ഓർഡർ അല്ലെങ്കിൽ കമാൻഡ് കൊടുക്കാനായിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഷാൾ ഉപയോഗിക്കാം. യു ഷാൾ സ്റ്റഡി വെൽ എന്നുള്ളത് ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതെന്താണ്, നിങ്ങൾ നന്നായി പഠിക്കണം, ഒരു ഓർഡർ പോലെ, ഒരു കമാൻഡ് പോലെയാണ് പറയണത്. ഇനി പ്രോമിസ് ആൻഡ് ത്രെറ്റ് അല്ലേ. യു ഷാൾ ഗെറ്റ് എ പ്രൈസ് ഇഫ് യു വിൻ ദിസ് കോമ്പറ്റീഷൻ, ഈ കോമ്പറ്റീഷൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് കിട്ടും, പ്രൈസ്
മാർക്സ് കിട്ടും എന്ന് പറയുകയാണ്. ഹി ഷാൾ ബി പണിഷ്ഡ് ഫോർ ദിസ് കെയർലെസ്നെസ്. ഇങ്ങനെ ശ്രദ്ധയില്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ എന്ത് കിട്ടും? ആ മനുഷ്യൻ പണിഷ് ചെയ്യേണ്ടതാണ്, അവന് പണിഷ്മെൻറ്റ് ലഭിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ലഭിക്കും, കിട്ടും, അതായത് ആ ഒരു ടെൻസൊക്കെ വരുന്നത് ഏതിലാണ്? ഫ്യൂച്ചർ ടെൻസിലാണ് അല്ലേ? ഷാൾ വരുന്നത് അപ്പോൾ ഏതിലാണ്? ഫ്യൂച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടു എക്സ്പ്രസ് ഡിറ്റർമിനേഷൻ, ഞാൻ നന്നായി പഠിക്കും. ഐ ഷാൾ ഓവർകം ദിസ് ക്രൈസിസ്, ഞാൻ ഈ ബുദ്ധിമുട്ടൊക്കെ തരണം ചെയ്ത് വരും എന്നുള്ള രീതിയിൽ ഐ ഷാൾ ഓവർകം ദിസ് ക്രൈസിസ്, ഇതെല്ലാം ഞാൻ മറികടക്കും എന്ന് പറയുകയാണ്. നിങ്ങൾക്കും ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ടൈമാണല്ലോ, എക്സാമിന് പഠിക്കണം, എക്സാമിന് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ അറിയാതിരിക്കണമായിരിക്കും കുറേ പേര്. ബേസ് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഗ്രാമറൊക്കെ ഇങ്ങനെ ആ ഒരു മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കണത് കേട്ടോ. ഹി ഷാൾ എക്സിക്യൂട്ട് ഓൾ ദി ഓർഡേഴ്സ് ഓഫ് ഹിസ് ഓഫീസർ, അവൻ എന്ത് ചെയ്യണം? അവൻ്റെ ഓഫീസർ കൊടുത്തിട്ടുള്ള എല്ലാ ഓർഡേഴ്സും അവൻ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്ട്രോങ് ആയിട്ട് നമ്മളത് ചെയ്യും എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ പറയുന്ന കാര്യങ്ങളാണ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഷുഡ് എപ്പോഴാണ്? ഷാൾ കഴിഞ്ഞു. ഇനി ഷുഡ് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഷുഡ് ഈസ് യൂസ് ടു എക്സ്പ്രസ് ഡ്യൂട്ടി, അതായത് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ചെയ്യാനുണ്ട്. യു ഷുഡ് ഒബേ യുവർ ടീച്ചർ. ഒബേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അനുസരിക്കുക, നീ നിൻ്റെ ടീച്ചറിനെ അനുസരിക്കണം എന്ന് പറയുകയാണ്. അതായത് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി, അത് അവൻ്റെ ഡ്യൂട്ടിയാണ്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചറിനെ അനുസരിക്കുക എന്നുള്ളത് അവൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കും? ഷുഡ് ഉപയോഗിക്കും. യു ഷുഡ് നോട്ട് ടെൽ ലൈസ്, നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? നുണ പറയരുത്. അത് ഒരു ഡ്യൂട്ടിയാണ്. ആസ് എ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഒരു ഡ്യൂട്ടിയാണ്. നീ ഒരിക്കലും കള്ളം പറയരുത് എന്നുള്ള രീതിക്ക് പറയാം നമുക്ക്. പിന്നെ ടു എക്സ്പ്രസ് പോസിബിലിറ്റീസ് ഓർ സപ്പോസിഷൻസ് ഇൻ കണ്ടീഷണൽ ക്ലോസസ്, അതായത് ഇഫ് ഷീ ഷുഡ് കം ടെൽ ഹെർ ടു മീറ്റ് മീ, അവൾ വരികയാണെങ്കിൽ അവളോട് എന്നെ ഒന്ന് കാണാൻ പറയുമെന്ന് പറയില്ലേ നമ്മൾ. അവൾ വരികയാണെങ്കിൽ, വന്നാലുള്ള കാര്യമാണ് ബാക്കി പറയണത്. കോമേന് ശേഷം പറയണത് ഏതാണ്? വന്നാലുള്ള കാര്യമാണ്. വരുമോ വരില്ലേ എന്നുള്ളത് അറിയില്ല, പക്ഷെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് ഷീ ഷുഡ് കം, വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടിട്ടേ ഇവിടുന്ന് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോവാനായിട്ട് പറ്റുള്ളൂ. അതായത് അവൾ വരികയാണെങ്കിൽ, അതൊരു പോസിബിലിറ്റി ആണ്, അവൾ വരാതിരിക്കാം. പക്ഷെ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? എന്നെ കണ്ടിട്ടേ അവൾക്ക് ഇവിടുന്ന് പടിയിറങ്ങാനായിട്ട് സാധിക്കുള്ളൂ. ഷുഡ് ഷീ കോൾ കൺവേ മൈ റിഗാർഡ്സ്. അപ്പോൾ ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഷുഡിൻ്റെ കേസിൽ വരുന്നതാണ്. മൂന്നെണ്ണം കൂടിയും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ടു എക്സ്പ്രസ് അൺറിയൽ കണ്ടീഷൻ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതേ സെയിം കാര്യം തന്നെ ഷുഡ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതായി. എല്ലാത്തിനും സെപ്പറേറ്റ് പഠിക്കേണ്ട. നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുമല്ലോ ഓരോ പോയിൻറ്റ്സ്. ഇത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സെൻറ്റൻസസ് ആണ് എന്നൊക്കെ തോന്നുന്നതൊക്കെ എഴുതി വെച്ചിട്ട്, മലയാളത്തിൽ എഴുതി വെച്ചിട്ട്, അത് എന്നും ഇങ്ങനെ നമ്മൾക്ക് അറിയണ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ടു എക്സ്പ്രസ് അൺറിയൽ കണ്ടീഷൻ, ഇഫ് ഐ വേർ യു ഐ ഷുഡ് ആക്സെപ്റ്റ് ദെയർ ഡെസിഷൻസ്, അതായത് നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ആ ഡിസിഷൻ എന്തായാലും സ്വീകരിക്കായിരുന്നു, ഞാൻ ആ ഒരു ഓഫർ എന്തായാലും സ്വീകരിക്കായിരുന്നു എന്നൊക്കെ പറയില്ലേ. നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ പോയേനെ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അതായത് നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അത് ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഷുഡ് ഉപയോഗിക്കലുണ്ട്. യൂസ്ഡ് ആഫ്റ്റർ ലെസ്റ്റ്, അതായത് we listen to him lest he should be angry. The thief ran away lest he should be caught by the police. അതായത് പോലീസിൻ്റെ പിടിയിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് കള്ളൻ ഓടിപ്പോയി. ദി തീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കള്ളൻ അല്ലേ? തീഫ് റാൻ അവേ ലെസ്റ്റ് ഹി ഷുഡ് ബി കോട്ട് ബൈ ദി പോലീസ്. പോലീസിൻ്റെ പിടിയിലാവാതിരിക്കാൻ കള്ളൻ ഓടിപ്പോയി. അങ്ങനെയുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷുഡ് ഉപയോഗിക്കലുണ്ട്. ടു എക്സ്പ്രസ് പോസിബിലിറ്റി, ഹി ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദിസ് ടാസ്ക്. അവനെക്കൊണ്ട് പറ്റും, അവനെക്കൊണ്ടേ പറ്റൂ അല്ലേ? ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവൻ ഏബിളാണ്, അവനെക്കൊണ്ട് പറ്റും എന്ന് പറയുകയാണ്. യു ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് വിത്ത് ദം. നിങ്ങൾക്കും അവൻ്റെ കൂടെ, നീയും അവൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. കോമ്പീറ്റ് വിത്ത് ദം ആണല്ലേ? യു ഷുഡ് ബി ഏബിൾ ടു കോമ്പീറ്റ് വിത്ത് ദം. കോമ്പീറ്റ് വിത്ത് ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് പൊരുതാൻ വേണ്ടിയിട്ട്, അവരുമായിട്ട് മത്സരിക്കാൻ നിന്നെക്കൊണ്ട് പറ്റും. യു ഷുഡ് ബി ഏബിൾ എന്നുള്ള ആ ഒരു പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടും എന്തുപയോഗിക്കലുണ്ട്? ഷുഡ് ഉപയോഗിക്കലുണ്ട്. ഇനി ഷുഡ് ആസ് കമ്പയർഡ് ടു ഷാൾ ഇൻഡിക്കേറ്റ്സ് ലെസ് പ്രോബബിലിറ്റി, അതായത്
ഷാളിനെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഷുഡിന് ലെസ് പ്രോബബിലിറ്റി ആണുള്ളത്. അതായത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയേനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ആർക്കാണുള്ളത്, പ്രോബബിലിറ്റി ആർക്കാണുള്ളത്? ഷാളിനാണ് ഉള്ളത് അല്ലേ. ഷുഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷാളിനാണ് പോസിബിലിറ്റി കൂടുതലായിട്ടുള്ളത്. ഹി ഷാൾ ബി ഹാപ്പി ടു ഹിയർ ദിസ് ന്യൂസ്. അവൻ ഈ ഒരു ന്യൂസ് കേട്ടാൽ ഹാപ്പി ആയേനെ എന്ന് പറയുകയാണ്. ഹി ഷുഡ് ബി ഹാപ്പി ടു ഹിയർ ദിസ് ന്യൂസ്. ഇവൻ ഈ ന്യൂസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഹാപ്പി ആവും. അതായത് രണ്ടും ഏകദേശം നമുക്ക് സിമിലർ ആയിട്ട് തോന്നും, പക്ഷേ ലെസ് പ്രോബബിലിറ്റി ഉള്ളത് ആർക്കാണ്? ഷുഡിനാണ് ആസ് കമ്പയർ ടു ഷാൾ. ഇനി ദി എക്സ്പ്രഷൻ ഷുഡ് ലൈക്ക് ഇൻഡിക്കേറ്റ്സ് പൊളൈറ്റ്നെസ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഒരു പൊളൈറ്റ്നെസ്, ഒരു നല്ല രീതിക്ക് ഒരു വിനയത്തോട് കൂടിയിട്ടൊക്കെ സംസാരിക്കുക എന്നുള്ള ഒരു രീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷുഡ് ലൈക്ക് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു ടേം, ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഐ ഷുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് വി ആർ യെറ്റ് ടു ഫിനിഷ് ദി കറൻറ്റ് പ്രോജക്റ്റ്. അതിൻ്റെ അർത്ഥം എന്താണ് വരുന്നത്? നിലവിലുള്ള ഒരു പ്രോജക്റ്റ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല നമ്മൾ എന്ന് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയാൻ വന്നതാണ് അത് എന്നൊരു പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ. അല്ലെങ്കിൽ മറിച്ച് എന്ത് പറയുക, ഈ നിലവിലെ പ്രോജക്റ്റ് ഇതുവരെ നീ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, നീ എന്താ കംപ്ലീറ്റ് ആക്കാത്തത് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം. നിലവിലുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഞാൻ. എനിക്കത് പറയണമെന്ന്, നിന്നോടായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പൊളൈറ്റായിട്ട് നമ്മൾ പറയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഷുഡ് ലൈക്ക് ടു ടെൽ യു. ഐ ഷുഡ് ലൈക്ക് ടു ടെൽ യു. ഇത് പറഞ്ഞാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇത് നിന്നോട് എനിക്ക് പറയാനുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഈ ഷുഡ് ലൈക്ക് എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കലുണ്ട്. ഇനി ക്യാൻ ഈസ് യൂസ് ടു എക്സ്പ്രസ് എബിലിറ്റി. അതായത് ഐ ക്യാൻ, എനിക്ക് പറ്റും. ഹി ക്യാൻ ടോക്ക് ഹിന്ദി ഫ്ലുവൻ്റ്ലി. അവന് ഹിന്ദി ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. ഷീ ക്യാൻ ലിഫ്റ്റ് ദിസ് ഹെവി ബോട്ട്സ്. ഇത്രയും വലിയ ബോട്ട്സ് അവൾക്ക് പൊന്തിക്കാനായിട്ട് പറ്റും. അതായത് ഒരാളുടെ എബിലിറ്റി, ഒരാളുടെ കഴിവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും എന്ത് യൂസ് ചെയ്യണത്? ക്യാൻ യൂസ് ചെയ്യണത്. ഐ ക്യാൻ, യു ക്യാൻ എന്നൊക്കെ പറയണത് കേട്ടിട്ടില്ലേ? ദെൻ ടു ഗിവ് പെർമിഷൻ യൂസ്ഡ് ഇൻ ദി സെൻസ് ഓഫ് മേ. അതായത് മേ ഐ കം ഇൻ എന്നൊക്കെ പറയില്ലേ. യു ക്യാൻ സിറ്റ് ഹിയർ, അതായത് നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. യു ക്യാൻ സിറ്റ് ഹിയർ എന്ന് പറയാം. യു ക്യാൻ വാച്ച് ദി പ്ലേ ഔട്ട്സൈഡ് നൗ. നിനക്കിപ്പോൾ പുറത്ത് പോയിട്ട് ആ പ്ലേ കാണണമെന്നുണ്ടെങ്കിൽ കണ്ടോളൂ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പെർമിഷൻ ആ ഒരു മേ എന്നുള്ള സെൻസിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കുഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി. അതായത് യു കുഡ് അച്ചീവ് സക്സസ് ഇഫ് യു വർക്ക്ഡ് ഹാർഡ്. അതായത് നീ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും? സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവാനായിട്ട് പറ്റും എന്നുള്ളതൊക്കെ, അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? കുഡ് എന്നുള്ള ടേം യൂസ് ചെയ്യണത്. വി കുഡ് കംപ്ലീറ്റ് എഫ് ഇറ്റ് വി ഓൾ ട്രൈഡ് ടുഗെദർ. ഒത്തുപിടിച്ചാൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള സെൻസിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കുഡ് ഉപയോഗിക്കാം. ഇനി ടു ആസ്ക് പൊളൈറ്റ് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്ന സമയത്ത് കുഡ് ഐ ഗെറ്റ് എ പീസ് ഓഫ് പേപ്പർ, എനിക്ക് ഒരു പേപ്പർ കിട്ടുമോ എന്നുള്ള രീതിയിൽ. കുഡ് ഐ ഗെറ്റ് എ പീസ് ഓഫ് പേപ്പർ, കുഡ് ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ, എനിക്കൊരു ചായ കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കുഡ് ഉപയോഗിക്കാം. ടു ഇൻഡിക്കേറ്റ് എ സ്കിൽ ഓർ എബിലിറ്റി ഓഫ് ദി പാസ്റ്റ് പീരീഡ്. അതായത് പണ്ട് ഞാനേ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, പണ്ട് ഞാൻ ഇന്ന രീതിയിൽ നടക്കുമായിരുന്നു, ഇന്ന രീതിയിൽ ചാടി മറിയുമായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? കുഡ് ഉപയോഗിക്കാം. ഏർലിയർ മൈ ഗ്രാൻഡ് ഫാദർ കുഡ് വാക്ക് വിത്തൗട്ട് എ വാക്കിംഗ് സ്റ്റിക്ക്. അന്ന് എൻ്റെ മുത്തശ്ശൻ വടിയൊന്നും ഇല്ലാണ്ട് നടക്കുമായിരുന്നു എന്നുള്ളത് കാണിക്കാൻ, അയാളുടെ പാസ്റ്റ് ടെൻസിലുള്ള മുന്നേ ഉണ്ടായിരുന്ന ഒരു എബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കും? കുഡ് ഉപയോഗിക്കും. ഇനി നെക്സ്റ്റ് വുഡ് ഈസ് യൂസ് ടു എക്സ്പ്രസ് വില്ലിങ്നെസ് ഓർ ഡിറ്റർമിനേഷൻ. അതായത് ഹീ സെഡ് ഹീ വുഡ് വിസിറ്റ് എ ഡോക്ടർ അറ്റ് ദി ഏർലിയസ്റ്റ്. അതായത് മുന്നേ തന്നെ ഒരു ഡോക്ടറിനെ കാണണമെന്ന് അവൻ പറഞ്ഞു. അതായത് അങ്ങനെ ഒരു വില്ലിങ്നെസ്, ഒരു ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? വുഡ് ഉപയോഗിക്കും. ടു എക്സ്പ്രസ് എ ഹാബിച്വൽ ഓർ കസ്റ്റമറി ആക്ഷൻ ഇൻ ദി പാസ്റ്റ്. അതായത് ആഫ്റ്റർ ലഞ്ച് ഹീ വുഡ് സ്ലീപ്പ് ഫോർ അവൻ. ലഞ്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഉറങ്ങുകയാണെങ്കിൽ അവൻ 1 മണിക്കൂർ ഉറക്കമായിരിക്കും എന്നുള്ള രീതിയിൽ പറയില്ലേ. അതായത് അവൻ ചെയ്യണ ഒരു ഹാബിച്വൽ ആയിട്ടുള്ള അവൻ അങ്ങനെയാണ് എന്നും എന്നുള്ള രീതിക്ക് പറയുന്ന കാര്യങ്ങൾ ഏതിൽ വരും? വുഡിൻ്റെ അണ്ടറിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും. ഹി വുഡ് സിറ്റ് ഇൻ ഹിസ് റൂം ആൻഡ് വാച്ച് ഹിസ് ഫേവറേറ്റ് ഫിലിം ഫോർ അവേഴ്സ്. അവൻ മണിക്കൂർ കണക്കിന് അവൻ്റെ റൂമിൽ ഇരുന്നിട്ട് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവീസൊക്കെ ഇരുന്ന് കാണും അവൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വുഡൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം. ടു എക്സ്പ്രസ് എ വിഷ് എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലേ. ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ. എനിക്ക് ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഷീ വുഡ് ലൈക്ക് ടു മീറ്റ് യു. അവൾക്ക് നിന്നെ കാണണമെന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഏതിലാണ്? നമ്മുടെ ആഗ്രഹം. വിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്രഹമാണ്. അതൊക്കെ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? വുഡ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ടു ആസ്ക് പൊളൈറ്റ് ക്വസ്റ്റ്യൻസ്. ഇത് എല്ലാത്തിലും ഉണ്ട്. എല്ലാത്തിൻ്റെയും രീതികൾ ഓരോന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എഴുതാനായിട്ട് പറ്റും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക മെയിനായിട്ടും. വുഡ് യു പ്ലീസ് ഗിവ് മി എ പെൻ? ഒരു പേന തരുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. വുഡ് യു ലൈക്ക് ടു വാച്ച് എ മൂവി? നിങ്ങൾക്ക് ഒരു സിനിമ കാണാൻ ആഗ്രഹമുണ്ടോ, ഇഷ്ടമാണോ എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ പൊളൈറ്റായിട്ട് ചോദിക്കില്ല, മാന്യമായിട്ട് വളരെ വിനയത്തോട് കൂടിയിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ വെച്ചിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ടു എക്സ്പ്രസ് ഇംപോസിബിൾ ഓർ ഇംപ്രോബബിൾ കണ്ടീഷൻ. ഇത് മറ്റേതെല്ലാം ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞതാണ് കുറേ ഇതിൻ്റെ മുന്നേയുള്ള ടെൻസിലും മുന്നേയുള്ള വെർബിലും നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇതിലെങ്ങനെയാണ് യൂസ് ചെയ്യുക? ഇഫ് ഐ ആർ എ മിനിസ്റ്റർ ഐ വുഡ് ബിൽഡ് എ ന്യൂ ഹോസ്പിറ്റൽ. ഞാനൊക്കെ മിനിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ഞാനൊരു പുതിയ ഹോസ്പിറ്റൽ പണിതേനെ എന്നുള്ളത് നമ്മൾ തള്ളിമറിക്കില്ല. അങ്ങനെ തള്ളിമറിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാം? ആക്ച്വലി വുഡ് എന്നുള്ള ടേം യൂസ് ചെയ്യാം. ഇഫ് ഐ വർ എ നൈറ്റിംഗേൾ ഐ വുഡ് സിങ് മെലഡിയസ്ലി. ഞാനൊരു നൈറ്റിംഗേൾ ആയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര മെലഡിയസ് ആയിട്ടുള്ള പാട്ടൊക്കെ പാടുമായിരുന്നേനെ എന്ന് പറയുകയാണ്. നൈറ്റിംഗേൾ ആണോ? ശരിക്കും അല്ല, പക്ഷെ ആയിരുന്നെങ്കിൽ. അങ്ങനെയുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻസൊക്കെ വരണ സമയത്ത് നമുക്ക് വുഡ് വെച്ചിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മേ നമ്മൾ കുറേ മേക്ക് നമുക്ക് കുറേ മേ ഐ കം ഇൻ, മേ ഐ ഡ്രിങ്ക് വാട്ടർ, മേ ഐ ഗോ ടു ബാത്റൂം എന്നൊക്കെ നമുക്ക് കുറേ സ്കൂൾ മുതലേ നമ്മൾ കേട്ട് വന്നിട്ടുള്ളതാണ് അല്ലേ. ഫസ്റ്റ് അത് തന്നെയാണ് ഒരു പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. മേ ഐ യൂസ് യുവർ നോട്ട് ബുക്ക്? ഞാൻ നിൻ്റെ നോട്ട് ബുക്ക് ഒന്ന് യൂസ് ചെയ്തോട്ടെ. മേ ഐ ഹെൽപ്പ് യു? ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണോ എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് പെർമിഷനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മേ യൂസ് ചെയ്യാം. ടു എക്സ്പ്രസ് പോസിബിലിറ്റി, അതായത് ഹി മേ കം ദിസ് ഇയർ. ഈ വർഷം അവൻ എന്തായാലും വരുമായിരിക്കും. അതായത് ഒരു പോസിബിലിറ്റി ആണ്, അവൻ വരാതിരിക്കാനും സാധ്യതയുണ്ട്, എന്നാലും ഈ വർഷം അവൻ വരുമായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് മേ എന്നുള്ളത് ഉപയോഗിക്കാം. ഹി മേ ബി ഹാപ്പി ടു ഹിയർ അബൌട്ട് യുവർ വിക്ടറി. നിൻ്റെ വിജയം കേട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അവനായിരിക്കും. അവനൊരു പക്ഷേ സന്തോഷിക്കുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ മേ നമുക്ക് യൂസ് ചെയ്യാം. ടു എക്സ്പ്രസ് എ വിഷ്, ആഗ്രഹം പറയാനും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെങ്കിലും ആഗ്രഹം പറയാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂസേഴ്സ് അല്ല ആക്ച്വലി പഠിക്കേണ്ടത്, എക്സാമ്പിൾസ് ആണ്. മേ വെച്ചിട്ട് എങ്ങനെ വിഷ് എന്നുള്ള രീതിയിൽ സെൻറ്റൻസ് മേക്ക് ചെയ്യാം, പെർമിഷൻ രീതിയിൽ മേ വെച്ചിട്ട് എങ്ങനെ സെൻറ്റൻസ് മേക്ക് ചെയ്യാം, മറ്റേത് വെച്ചിട്ട് എങ്ങനെ സെൻറ്റൻസ് മേക്ക് ചെയ്യാം. അങ്ങനെ സെൻറ്റൻസ് മേക്കിംഗ് ആണ് മെയിനായിട്ടും പഠിക്കേണ്ടത്. ഇനി മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. നിൻ്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാവട്ടെ എന്ന് നമ്മൾ പറയില്ലേ. അങ്ങനെ മേ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടു എക്സ്പ്രസ് എ പർപ്പസ്, അതായത് യൂസ് സ്പെക്ടക്കിൾസ് സോ ദാറ്റ് യു മേ റീഡ് വിത്തൗട്ട് എനി സ്ട്രെയിൻ. അതായത് കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെയിൻ എടുക്കാതെ വായിക്കാനായിട്ട് പറ്റും. സ്റ്റഡി വെൽ സോ ദാറ്റ് യു മേ ഗെറ്റ് ഗുഡ് മാർക്സ്. നന്നായിട്ട് പഠിക്കുക, അപ്പോൾ നിനക്ക് എന്ത് ചെയ്യും? നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയണം. അപ്പോൾ അതൊക്കെ മെയ് എന്നുള്ള കാറ്റഗറിയിൽ വരികയാണ്. ഇനി മൈറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് എ ഡൗട്ട്ഫുൾ പോസിബിലിറ്റി. അതായത് ഹി മൈറ്റ് വിൻ ദിസ് ഇലക്ഷൻ. ഈ ഇലക്ഷനിൽ എൻ്റെ പാർട്ടി വിജയിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവൻ വിജയിക്കുമായിരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ല. അതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള പോസിബിലിറ്റിയാണ്. ജയിക്കാനും ജയിക്കാതിരിക്കാനും സാധ്യതയുണ്ട്, പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ മഴ. അപ്പോൾ അതൊക്കെ നമുക്ക് ഏതിൽ പറയാം? മൈറ്റ് എന്നുള്ള കാറ്റഗറിയിൽ പറയാം. ഹി മൈറ്റ് ഹെൽപ്പ് യു. അവൻ എന്നെ സഹായിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ അതും പറയാം, മൈറ്റ് എന്നുള്ള കാറ്റഗറിയിൽ പറയാം. ടു എക്സ്പ്രസ് എ ജെൻറ്റിൽ റിബുക്ക് ഓർ ടു ഇൻഡിക്കേറ്റ് എക്സ്ട്രീം പൊളൈറ്റ്നസ് ഇൻ എ കോൺവെർസേഷൻ. അതായത് നമ്മളൊരു കോൺവെർസേഷനിലായിരിക്കുന്ന സമയത്ത്, ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ പൊളൈറ്റ്നസ് കീപ്പ് ചെയ്തുകൊണ്ട്, അതായത് ഒരു വിനയത്തോട് കൂടിയിട്ട് നല്ല രീതിക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടോ സാധിക്കും. യു മൈറ്റ് താങ്ക് മീ ലേറ്റർ ഫോർ പോയിൻറ്റിങ് ഔട്ട് ദിസ് കോമൺ എറർ.
ഈ തെറ്റ് കാണിച്ച് നിനക്ക് റിയലൈസ് ചെയ്ത് കാണിച്ച് തന്നതിന് എന്നോട് നീ അവസാനം നന്ദി പറയും. അതായത് നീ എന്നെ ഓർക്കും, ഈ തെറ്റ് ഞാൻ നിനക്ക് കാണിച്ച് തന്നതിൽ നീ എന്നെ ഓർക്കുമെന്ന് പറഞ്ഞിട്ട് ആ തെറ്റ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു സന്തോഷമാണ് അല്ലേ. അങ്ങനെ ഒരു പൊളൈറ്റായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എന്താണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞതാണ്. പൊളൈറ്റായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഒരാളെ കേട്ടിരിക്കാനും ശ്രദ്ധിക്കാനും ലേൺ ചെയ്യാനും എന്നൊക്കെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുറേ പഠിച്ചതാണ് അല്ലേ. Then, if I might make a suggestion, couldn't we discuss the matter after our meeting? അതായത് നമ്മുടെ മീറ്റിങ്ങിന് ശേഷം ഞാനൊരു സജഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ മീറ്റിങ്ങിന് ശേഷം അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ പറ്റണം. അതായത് അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആയിരുന്നേനെ എന്നൊക്കെ ഉപയോഗിക്കുന്ന സമയത്തും നമ്മൾ എന്തുപയോഗിക്കും? മൈറ്റ് എന്നുള്ളത് ഉപയോഗിക്കും. ഇനി ഔട്ട് ടു ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ മോറൽ ഒബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടി. അതായത് എക്സാമ്പിൾ എന്താണ്? ഹി ഔട്ട് ടു ഹെൽപ്പ് ദി പുവർ ആൻഡ് ദി ഓൾഡ്. അതായത് അവൻ ദരിദ്രരെയും അതേപോലെ വയസ്സായിട്ടുള്ള ആളുകളെയും എന്ത് ചെയ്യണം? സഹായിക്കണം. അതായത് നമ്മൾ മുന്നത്തേലൊക്കെ എന്താണ് ചെയ്യുമായിരുന്നേനെ, ഞാനായിരുന്നെങ്കിൽ ആ ഓഫർ സ്വീകരിച്ചേനെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ought to എന്ന് പറയുന്നത്. ഈ ought to help the poor and the old, അവൻ നിർബന്ധമായിട്ടും എന്നുള്ള രീതിയിലാണ് ought to വരുന്നത്. അവൻ എന്ത് ചെയ്യണം? പാവപ്പെട്ടവരെയും വൃദ്ധരായിട്ടുള്ള ആളുകളെയും സഹായിക്കണം. he ought to help his brother, അവൻ അവൻ്റെ ബ്രദറിനെ സഹായിക്കണം എന്നുള്ള രീതിയിലാണ് ought to വരുന്നത്. to express necessity അല്ലേ. നെസസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നെസസറി ആയിട്ട് നമ്മൾ കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഹി ought to buy some utensils, അവൻ പാത്രം വാങ്ങണം, കുറച്ച് പാത്രങ്ങൾ അവൻ വാങ്ങണം. ഹി ought to buy chairs for his new office, അവൻ്റെ ന്യൂ ഓഫീസിലേക്ക് വേണ്ടിയിട്ട്, പുതിയ ഓഫീസിലേക്ക് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യണം? ചെയർ വാങ്ങണം. ഇഫ് ought to refers to a past time, it should be followed by the perfect infinitive. അതായത് മുന്നേ ഉള്ള കാര്യങ്ങളാണ് പറയണത് എന്നുണ്ടെങ്കിൽ, ought to എന്നുള്ളത് പാസ്റ്റ് ആയിട്ടാണ് കാണിക്കണത് എന്നുണ്ടെങ്കിൽ അതിന് ശേഷം എന്ത് വരണം? ഇൻഫിനിറ്റീവ്, അതായത് വേറൊരു വാക്കുകൾ, സെൻറ്റൻസസ് വരേണ്ടതായിട്ടുണ്ട്. ഹി ought to have encouraged his sister, he ought not to have scolded his friends. അതായത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറയും. എന്നാലും അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം? നമുക്ക് ought to ഉപയോഗിക്കാം. അതായത് he ought to have encouraged his sister, അവൻ്റെ പെങ്ങളെ അവനൊന്ന് എൻകറേജ് ചെയ്യണമായിരുന്നു. ശരിക്കും അവൻ അവിടെ ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ought to, അവനവിടെ ചെയ്യണമായിരുന്നു, അവനത് പ്രവർത്തിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് he ought not to have scolded his friends, അവൻ്റെ ഫ്രണ്ടിനെ ചീത്ത പറഞ്ഞത് ശരിയായില്ല, അവൻ്റെ ഫ്രണ്ടിനെ ചീത്ത പറയണ്ടായിരുന്നു എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ought not to എന്ന് പറയുന്നത്. ഇനി നമുക്കവിടെ ഒരു നോട്ട് ചെയ്യാനുള്ള ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഒരു കാര്യം എന്ന് പറയുന്നത്, ought to is more powerful than should എന്നതിനേക്കാളും പവർഫുൾ ആണ് ഏതെന്ന് പറയുന്നത്? ought to. you should do the homework, you ought to do the homework എന്ന് പറയുന്നതാണ് ഏത്? പവർഫുൾ ആയിട്ടുള്ളത്. ought to ആണ് പവർഫുൾ ആയിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളും പവർഫുൾ ആണ് ഏത്? മസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഓർഡർ വരുമ്പോൾ എങ്ങനെയാണ് വരിക? ആദ്യം ഷുഡിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളത് ought to പവർഫുൾ ആയിട്ടുള്ളത് മസ്റ്റ്. ഇങ്ങനെയാണ് ഓർഡർ വരിക. ഇനി ഡെയർ മീൻസ് ടു ഡെഫി അല്ലേ, നമുക്കറിയുന്നതാണ്. ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ നമുക്കറിയുന്നതാണ്. ഡെയർ എന്താണ്? എന്തെങ്കിലും ഒരു ചലഞ്ച്. ഡെഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെല്ലുവിളിക്കാന്നൊക്കെ പറയുക, നിന്നെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറയില്ല. അതിലാണ് നമ്മൾ കൂടുതലായിട്ടും ഡെയർ എന്നുള്ളത് യൂസ് ചെയ്യണത്. ആസ് എ പ്രിൻസിപ്പൽ വെർബായിട്ട് നമ്മൾ ഡെയർ യൂസ് ചെയ്യണത് എങ്ങനെയാണ്? ഒരു വെല്ലുവിളിയായിട്ട്, ഒരു ഡെഫി ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഹി ഡെയർഡ് ടു കോൾ ദി ലീഡർ എ കോവാർഡ്, ഹി ഡെയേഴ്സ് യു ടു സോൾവ് ദിസ് പസിൽ, ഈ പസിൽ നിന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമോയെന്ന് അവൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിന്നെക്കൊണ്ട് ഈ എക്സാം എഴുതി പാസ്സാവാൻ പറ്റുമെന്ന് അവൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, വെല്ലുവിളിക്കുക. അതായത് ആ ഒരു ചലഞ്ച് എന്നുള്ള രീതിയിലാണ് ഡെയർ വരുന്നത്, ഡെഫി എന്നുള്ള രീതിയിലാണ് ഡെയർ വരുന്നത്. ആസ് എൻ ഓക്സിലറി വെർബ് ഡെയർ ഈസ് യൂസ്ഡ് വിത്ത് നോട്ട് ഓർ ഇൻ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്. അതായത് ഹി ഡെയേഴ്സ് നോട്ട് ആർഗ്യൂ വിത്ത് ഹിസ് ഫാദർ. നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ അച്ഛനോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെടുന്നില്ല, അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. അവൻ അച്ഛനോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെടുന്നില്ല. ഡെയേഴ്സ് നോട്ട് ആർഗ്യൂ വിത്ത് ഹിസ് ഫാദർ. ഹൗ ഡെയർ ഷീ ബ്ലെയിം അസ്, എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് അവൾ നമ്മളെ കളിയാക്കിയത് എന്നുള്ള ഇതൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഇനി മസ്റ്റ് എന്തിനേക്കാളും സ്ട്രോങ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓട്ടുവിനേക്കാളും ഷുഡിനേക്കാളും സ്ട്രോങ്ങർ ആണ് ഏത്? മസ്റ്റ് എന്ന് പറയുന്നത്. മസ്റ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് സ്ട്രോങ് ഒബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടി. ഹി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഹിസ് ഫാമിലി, അവൻ ഉറപ്പായിട്ടും അവൻ്റെ ഫാമിലീനെ ടേക്ക് കെയർ ചെയ്യണം. യു മസ്റ്റ് ഹെൽപ്പ്
ദി ഏജ്ഡ്, അതായത് വയസ്സായിട്ടുള്ള ആൾക്കാരെ നീ സഹായിക്കണം. യു മസ്റ്റ് ഹെൽപ്പ്, നീ സഹായിക്കണം, നീ ചെയ്യണം. ഒരു ഡ്യൂട്ടി ആയിട്ട്, ഒരു കമാൻഡായിട്ടാണ് നമ്മൾ കൂടുതലും മസ്റ്റ് ഉപയോഗിക്കുന്നത്. യു എക്സ്പ്രസ് നെസസിറ്റി, ഹി മസ്റ്റ് ഫൈൻഡ് എ ജോബ് അറ്റ് ദി ഏർലിയസ്റ്റ്. ഏറ്റവും എത്ര വേഗം കണ്ടുപിടിക്കാൻ പറ്റുമോ അത്ര വേഗം തന്നെ അവൻ എന്ത് ചെയ്യണം, ഒരു ജോലി കണ്ടെത്തണം. യു മസ്റ്റ് വാക്ക് ഫാസ്റ്റ് ടു ക്യാച്ച് ദി ബസ്, നീ എന്ത് ചെയ്യണം, ബസ് കിട്ടാൻ വേണ്ടിയിട്ട് വേഗത്തിൽ നടക്കുക തന്നെ ചെയ്യണം എന്നുള്ള രീതിക്കാണ് പറയണത്. ടു എക്സ്പ്രസ് പ്രോബബിലിറ്റി, ഹി മസ്റ്റ് ബി എ ഫൂൾ ടു ഡു ദാറ്റ്, അതായത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവനൊരു വിട്ടിയായിരിക്കണം അത് ചെയ്യണമെങ്കിൽ. ദാറ്റ് മസ്റ്റ് ബി ഹിസ് കാർ, അത് അവൻ്റെ കാർ ആയിരിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് മസ്റ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്തിനും ഉപയോഗിക്കുമ്പോൾ ഒരു ഡിറ്റർമിനേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് യു മസ്റ്റ് ക്വാളിഫൈ ഫോർ ദിസ് ടെസ്റ്റ്, ഈ ടെസ്റ്റിൽ നീ എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യണം. ഒരു ഡിറ്റർമിനേഷൻ ആണ്, ഒരു ഡ്യൂട്ടിയാണ്, ഒരു നെസസിറ്റി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, മസ്റ്റ് യൂസ് ചെയ്യണത്. ഇനി നീഡ് ആസ് എ പ്രിൻസിപ്പൽ വേർബ് മീൻസ് റിക്വയർ, അല്ലേ, എന്തെങ്കിലും ഒരു ആവശ്യം എന്നുള്ള രീതിയിലാണ്. ഐ നീഡ് യു, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഹി നീഡ് സം ഫുഡ്, അവന് കുറച്ച് ഭക്ഷണം ആവശ്യമുണ്ട്. യു നീഡ് സം റെസ്റ്റ്, നിനക്കിപ്പോൾ റെസ്റ്റ് ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യമുണ്ട് എന്നുള്ള രീതിക്കാണ് നമ്മൾ കൂടുതലായിട്ടും നീഡ് ഉപയോഗിക്കാറ്. ഇനി നീഡ് ഒരു ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുമ്പോഴോ യൂസ്ഡ് വിത്ത് നോട്ട്, അതായത് നോട്ടിൻ്റെ കൂടെ നീഡ് ഉപയോഗിക്കുമ്പോഴോ ഹി നീഡ് നോട്ട് വർക്ക് ഇൻ ദാറ്റ് ഫാക്ടറി, അവൻ ആ ഫാക്ടറിയിൽ പോയിട്ട് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയില്ലേ നമ്മൾ. അതൊക്കെ എങ്ങനെ പറയാം, നീഡ് നോട്ട് വർക്ക്, നോട്ട് ആഡ് ചെയ്യുമ്പോൾ അതിന് നേരെ ഓക്സിലറി വെർബായിട്ടുള്ള ആ ഒരു കാര്യമാണ് വരിക. ഓക്സിലറി വെർബായിട്ടാണ് നീഡ് ആഡ് ചെയ്യുമ്പോഴുള്ള എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഹി നീഡ് നോട്ട് വർക്ക് ഇൻ ദാറ്റ് ഫാക്ടറി, ഹി നീഡ് നോട്ട് ബൈ സച്ച് എ കോസ്റ്റ്ലി കാർ, അത്ര വിലയുള്ള കാറൊന്നും അവന് വാങ്ങേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിലാണ് വരുന്നത്. നീഡ് നോട്ട് വർക്ക്. യൂസ്ഡ് വിത്ത് ഹാർഡ്ലി, അതായത് ഹാർഡ്ലി എന്നുള്ള ടേമിനോടൊപ്പം യൂസ് ചെയ്യുമ്പോഴോ ഹി നീഡ്സ് ഹാർഡ്ലി ഏൺ ദി മണി, അവന് പണം സമ്പാദിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് എന്നുള്ള രീതിയിലൊക്കെ. ഹാർഡ്ലി എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ് അവന് സമ്പാദിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യലുണ്ട്, ഈ നീഡ് ഉപയോഗിക്കലുണ്ട്. പിന്നെ യൂസ്ഡ് വിത്ത് ഓൺലി, ഹി നീഡ്സ് ഓൺലി സേ അബൌട്ട് വാട്ട് ഹി ഡിഡ് യെസ്റ്റർഡേ, അവൻ തലേ ദിവസം എന്താണ് പറഞ്ഞതെന്ന്, എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. ഹി നീഡ്സ് ഓൺലി സേ, ഓൺലി അത് മാത്രം മതിയായിരുന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. യു നീഡ് ഓൺലി ഗീവ് ക്രിയേറ്റീവ് ഐഡിയാസ്, നീ ക്രിയേറ്റീവ് ഐഡിയാസ് തന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു എന്ന സെൻറ്റൻസിലില്ല, അല്ല, നമ്മൾ അങ്ങനെയാണല്ലോ പൊതുവേ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. യു നീഡ് ഓൺലി ഗീവ് ക്രിയേറ്റീവ് ഐഡിയാസ്, നീ എനിക്ക് ക്രിയേറ്റീവ് ഐഡിയാസ് തന്നാൽ മാത്രം മതി എന്നാണ് പറയണത്. While referring to a past time, need should be followed by the perfect infinitive. അതായത് ഇങ്ങനെയൊന്നും പഠിക്കുന്നതിന് പകരം എക്സാമ്പിൾസ് ഇങ്ങനെ കുറേ വട്ടം വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് മൈൻഡിൽ കയറും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ. He need not have acted in that film. You need not have paid all the money then. നീ മുഴുവൻ പണവും നൽകണമെന്നില്ല, മുഴുവൻ പണവും നൽകേണ്ടതായിട്ടില്ല എന്നാണ് പറയണത്. യു നീഡ് നോട്ട് എന്നുള്ളത് കാണാതെ പോകരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റാറ്റീവ് ആൻഡ് ഡയനാമിക് വെർബ്സ്, അതായത് സെറ്റ് 1 നോക്കിയേ, സെറ്റ് 1 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സ്റ്റാറ്റീവ് വെർബ്സ് ആണ്. അതായത് ലവ്, ഫീൽ, നോ, സ്മെൽ, ട്രസ്റ്റ് എന്താ, വിശ്വസിക്കുക, സ്മെൽ എന്താ, മണക്കുക, നോ അറിയാം, ഫീൽ ചെയ്യുക, നമുക്ക് അനുഭവിക്കുക, ലവ് സ്നേഹം, ഇതൊക്കെ നമുക്ക് എന്താണ്, ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ഷൻ അല്ല ശരിക്കും, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയണതാണ്. അത് നമുക്ക് പുറത്തെടുത്തത് കാണിച്ചു കൊടുക്കാൻ പറ്റും. എൻ്റെ സ്നേഹം ഇതാണ്, എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞ് നമുക്ക് പുറത്തെടുത്തത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. സ്മെല്ല്, നമ്മൾ എങ്ങനെയാണ് സ്മെല്ല് ചെയ്യണത്, ആ സ്മെല്ല് എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് നമുക്ക് പുറത്തെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ സെറ്റ് 2 നോക്കി, റൺ, ജമ്പ്, റൈറ്റ്, സേ, കുക്ക്, അതായത് കുക്ക് ചെയ്യുന്നു, എഴുതുന്നു, പറയുന്നു, ചാടുന്നു, ഓടുന്നു, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് ആണ്. മറ്റേതോ സെറ്റ് 1 നമുക്ക് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, അല്ലെ. സ്നേഹം പല രീതിക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ്, പല ഫീലിങ്സും നമുക്ക് എക്സ്പ്രസ് ചെയ്യുക, പക്ഷെ പല രീതിക്കാണ് അത് എക്സ്പ്രസ് ചെയ്യുക. ഇന്ന സാധനമാണ് അത് എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഫിസിക്കൽ അസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പുറത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റാത്ത സാധനങ്ങളാണ് ഏതിൽ വരുന്നത്,
സ്റ്റാറ്റീവ് വെർബിൽ വരുന്നത്, അതായത് സെറ്റ് 1 വരുന്നത് ഏതാണ്? സ്റ്റാറ്റീവ് വെർബാണ്. അതൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വെർബ് വരുന്നത്, സ്റ്റാറ്റീവ് വെർബ് വരുന്നത്. ഇനി സെറ്റ് 2 നോക്കിയേ, നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ആക്ഷൻ വെർബാണ്, എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാണ്, റൺ, ഓടുന്നു, ചാടുന്നു, മറയുന്നു, തലകുത്തി നിൽക്കുന്നു, ഇതൊക്കെ എന്താണ്? ഒരു ആക്ഷൻ വെർബാണ്. അല്ലെങ്കിൽ അതിന് എന്തുകൂടിയും പറയും? ഡൈനാമിക് വെർബ് എന്നും കൂടിയും പറയും. ഡൈനാമിക് വെർബിന് എന്തുണ്ടാവും? ഒരു ബിഗിനിങ് ഉണ്ടാവും, ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ഒരു എൻഡ് ഉണ്ടാവും, അല്ലേ? ഓടിക്കൊണ്ടേ ഇരിക്കുമോ? ഇല്ല, ഓട്ടം ഒരു സ്ഥലത്ത് അവസാനിക്കും. അല്ലെങ്കിൽ ഓടുന്നതിന് മുന്നേ ഉള്ള സ്റ്റേറ്റ് ഉണ്ടാവും, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് മൂന്നും വരുന്നത് ഏതിലാണ്? സ്റ്റെപ്പ് 2 ഇനി ലിങ്കിങ് വേർബ്സ്. ലിങ്കിങ് വേർബ്സിൽ മെയിനായിട്ടും പേര് പോലെ തന്നെ ഒരു കാര്യം ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലിങ്കിങ് വെർബ് ഉപയോഗിക്കുന്നത്. ലിങ്കിങ് വെർബിന് എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ബി, ലുക്ക്, ഫീൽ, സീം, അപ്പിയർ, ടേൺ, ഗ്രോ, റിമെയിൻ, ബിക്കം. ഇതൊക്കെ എന്താണ്? ലിങ്കിങ് വെർബാണ്. ഷിജു ഈസ് ആൻ ആർക്കിടെക്റ്റ്, അതൊരു ലിങ്കിങ് ആണ്. ഷീ ടേൺഡ് ഹാപ്പി, അവൾ ഹാപ്പി ആയി, കണ്ടോ? അവൾ ഹാപ്പി ആയി, ഷീ ടേൺഡ് ഹാപ്പി. അപ്പോൾ ടേൺ എന്താണ്? അതിൽ ലിങ്കിങ് വെർബാണ്. ഷീ ഹാപ്പി. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് കുഞ്ഞു ക്ലാസ്സിലൊക്കെ. നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതേപോലെ എഴുതിയിരിക്കും, ഷീ ഹാപ്പി, ഹീ ഹാപ്പി എന്നല്ല, അവിടെ ഒരു ലിങ്കിങ് വെർബ് വേണം. അതാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? ടേൺഡ് ആയിട്ട് വരുന്നത്. ടേൺഡ് തന്നെ വരണം എന്ന് നിർബന്ധമില്ല, പക്ഷേ ഇവിടുത്തെ ലിങ്കിങ് വെർബ് ഏതാണ്? ടേൺഡ് ആണ്. ഷീ ഈസ് ഹാപ്പി എന്ന് നമുക്ക് പറയാം. ഈസ് ഏതിൻ്റെ അണ്ടറിൽ വരും? ബി എന്നുള്ളതിൻ്റെ അണ്ടറിലാണ് ഈസും ആമൊക്കെ വരുന്നത്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദേ ബിക്കെയിം ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സായി. എന്താണ്? ഹി ലുക്സ് ബ്രേവ്, അവൻ ബ്രേവ് ആയിട്ട്, അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേവ് ലുക്ക് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് ഏതാണ്? ലിങ്കിങ് വെർബ് വരുമ്പോഴാണ് ആ ഒരു സെൻറ്റൻസ് അവിടെ കംപ്ലീറ്റ് ആവണത്. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലിങ്കിങ് വെർബ് ഉപയോഗിക്കുന്നത്. ഇനി ഫൈനൈറ്റ് ആൻഡ് നോൺ ഫൈനൈറ്റ് വെർബ്സ്. എന്താണ് ഫൈനൈറ്റ് ആൻഡ് നോൺ ഫൈനൈറ്റ് വെർബ്സ്? ഇത് നോക്കിയേ, 2 സെൻറ്റൻസസ്. ഷീ സ്വിംസ് ഫാസ്റ്റ്. രണ്ടാമത്തെ സെൻറ്റൻസോ? ദേ സ്വിം ഫാസ്റ്റ്. രണ്ടിലും വന്നിട്ടുള്ള ഡിഫറൻസസ് എന്താ? ഷീ സ്വിം എന്നുള്ളതോടത്ത് ഒരു എസ് കൂടി വന്നു. അതായത് ഷീ എന്ന് വന്നപ്പോൾ അവിടെ എന്ത് വന്നു? സ്വിമ്മിന് പകരം സ്വിംസ് എന്ന് വന്നു. ദേ എന്ന് വന്നപ്പോഴോ എസ് വന്നോ? ഇല്ല. ദേ എന്ന് വന്നപ്പോൾ സ്വിം ഫാസ്റ്റ്, സ്വിം എന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ കുറേ ആളുകൾ വരുന്ന സമയത്ത്, പ്ലൂറൽ ടെൻസിൽ വരുന്ന സമയത്ത് നമ്മൾ എസ് ഉപയോഗിക്കില്ല. സാധാ വേർഡ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. അതല്ല, ഒറ്റ ആൾ, അതായത് ഒരാളാണെങ്കിൽ ഷീ, ഹീ, അങ്ങനെ രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ ആ വെർബിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും? എസ് ആഡ് ചെയ്യും. ഓക്കെ. ദേ സ്വിം ഫാസ്റ്റ്, ഷീ സ്വിംസ് ഫാസ്റ്റ്. ഹീ ആണെങ്കിലോ? ഹീ സ്വിംസ് ഫാസ്റ്റ്, അപ്പോഴും എസ് വരും. ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും എസ് വരും. ദേ ആണെങ്കിലോ? ദേ സ്വിം ഫാസ്റ്റ്, എസ് വരില്ല. നോട്ട് ദി ചേഞ്ച് ഇൻ ദി ഫോം ഓഫ് വെർബ് സ്വിം, അതായത് സ്വിം എന്നുള്ള വെർബിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണത്? നോൺ ഫൈനൈറ്റ് വെർബ്സ് ആണ്. അതായത് ചേഞ്ച് ഒന്നും വരുന്നില്ല, വെർബിൽ ചേഞ്ച് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതേതാണ്? നോൺ ഫൈനൈറ്റ് വെർബാണ്. അതല്ല, വെർബിൽ ചേഞ്ച് വരുത്തിയിട്ട് വേണം, ദേ വരുമ്പോഴും ഷീ വരുമ്പോഴും ഒക്കെ വേറെ വേറെ ആണെങ്കിൽ ഇപ്പം എസ് ആഡ് ചെയ്യണം, എസ് ആഡ് ചെയ്യണ്ട, അങ്ങനത്തെ വെർബ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫൈനൈറ്റ് വെർബ് എന്ന് പറയണത്. അത് ഓരോ വെർബിനനുസരിച്ചിട്ടും ഓരോ ഫോമിനനുസരിച്ചിട്ടും ഷീൻ്റെ കൂടെയാണോ ദേൻ്റെ കൂടെയാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിന് എസ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും, എസ് കൊടുക്കേണ്ടതായിട്ട് വരും, ചിലതിന് എസ് ഒഴിവാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ചേഞ്ച് ആവണതിനെയാണ് ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയുന്നത്. ചേഞ്ച് ആവാത്തതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയുന്നത്. ഷീ വാണ്ട്സ് ടു സിങ് എ സോങ്, അവൾക്ക് ഒരു പാട്ട് പാടണം. ദേ വാണ്ട് ടു സിങ് എ സോങ്. രണ്ടിലും സിങ് അല്ലേ വന്നത്? സിങ്സ് എന്ന് വന്നു. സിങ്സ് എന്നുള്ളത് ഒരിക്കലും വരില്ല, അത് തെറ്റാണ്. സിങ് എന്നുള്ളത് തന്നെയാണ് വന്നത്. ദേ വന്നപ്പോഴും ഷീ വന്നപ്പോഴും സിങ് എന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ സിങ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? നോൺ ഫൈനൈറ്റ് വെർബ്സ്. എന്തിൻ്റെ കൂടെ ആണെങ്കിലും ചേഞ്ച് ആവാത്തതാണ് ഏത്? നോൺ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയുന്നത്. ഇനി നോൺ ഫൈനൈറ്റ് വെർബ്സ് 3 ടൈപ്സ് ആണുള്ളത് മെയിനായിട്ടും. ഏതൊക്കെയാണ്? ഇൻഫിനിറ്റീവ്, പാർട്ടിസിപ്പിൾ, ജെറൻഡ്. ഓക്കെ. ദി ഇൻഫിനിറ്റീവ് ആണെങ്കിൽ അത് വീണ്ടും 2 ടൈപ്സ് ഉണ്ട്. നോക്കെ, നോൺ ഫൈനൈറ്റ് വെർബ്സ് 3 ടൈപ്സ് ഉണ്ട്. അതിലേതൊക്കെയാണ്? ഇൻഫിനിറ്റീവ്, പാർട്ടിസിപ്പിൾ, ജെറൻഡ്. ഈ ഇൻഫിനിറ്റീവിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ടു ഇൻഫിനിറ്റീവ്, രണ്ടാമത്തത് ബെയർ ഇൻഫിനിറ്റീവ്. അതായത് അതിൻ്റെ എക്സാമ്പിൾ നോക്കിയേ. ഹി വാണ്ട്സ് ടു എൻജോയ് ഹിസ് ഹോളിഡേയ്സ്. അതെന്താണ്? ടു ഇൻഫിനിറ്റീവ് ആണ്. കാരണം എന്താ? ഹി വാണ്ട്സ് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി വാണ്ട്സ് ടു, അപ്പോൾ അവിടെ ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? ടു ഇൻഫിനിറ്റീവ് ആണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹി ക്യാൻ എൻജോയ് ഹിസ് ഹോളിഡേയ്സ്. അതേതാണ്? ബെയർ ഇൻഫിനിറ്റീവ് ആണ്. അവിടെ ടു വന്നോ? ഇല്ല.
അങ്ങനെ 2 ടൈപ്പും ഓർത്ത് വെക്കുക. ഇനി ദി പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഒരു ING ഫോം ഇൻഡിക്കേറ്റ്സ് ആൻ ഓൺഗോയിങ് ആക്ഷൻ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇൻഡിക്കേറ്റ്സ് എ കംപ്ലീറ്റഡ് ആക്ഷൻ. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ മെയിനായിട്ടും പാസ്റ്റ്, അതായത് കഴിഞ്ഞ് പോയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ആഡ് ചെയ്യും? നമ്മൾ ED എന്നുള്ളത് ആഡ് ചെയ്യും. ഹി പാർട്ടഡ് ഫ്രം ദിസ്, അതായത് അവൻ പാർട്ടഡ് ഫ്രം ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ വിട്ട് പോയിട്ടുണ്ട്, അവൻ ഇതിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഏതാണ് വരുന്നത്? ഹി ഡാൻസ്ഡ്, അവൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ് പോയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് നമ്മൾ ED, പാസ്റ്റ് ടെൻസിലാണ് നമുക്ക് ED എന്നുള്ളത് വരണത്. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് നോക്കിയേ. യൂസസ് ഓഫ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ദേ ആർ റോളിങ്, ദേ ആർ സ്ലീപ്പിംഗ്, പിന്നെന്താണ് ടോക്കിംഗ്, ഡിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ കുഴിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, കുഴിച്ചുകൊണ്ടിരിക്കുക, ടോക്കിംഗ് സംസാരിച്ചുകൊണ്ടിരിക്കുക, സ്ലീപ്പിംഗ് ഉറങ്ങിക്കൊണ്ടിരിക്കുക, റോളിങ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ആണ് നമുക്ക് എന്തിന് പറയാൻ പറ്റുക? പ്രസൻറ്റ് പാർട്ടിസിപ്പിളിന് പറയാൻ പറ്റുക. എല്ലാത്തിനും ING ഫോം ഇട്ട് കൊടുത്താൽ മതി. ഇനി യൂസ് ഓഫ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിലോ റീച്ച്ഡ്, ബോയിൽഡ്, എക്സൈറ്റഡ്, അതായത് കഴിഞ്ഞിട്ടുള്ളതാണ്. ബോയിൽഡ് പുഴുങ്ങിയെടുത്തു, എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ED വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സൂചിപ്പിക്കും. ഇനി ജെറൻഡ്, ഓൾസോ നോൺ ആസ് വെർബൽ നൗൺ ഫോംഡ് ബൈ ആഡിങ് ING. അതും എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, വെർബൽ നൗൺ എന്നാണ് ജെറൻഡിനെ അറിയപ്പെടുന്നത്. ഡാൻസിങ്, ടെല്ലിങ്, ഫ്ലൈയിങ് നമ്മൾ പറഞ്ഞിട്ടുള്ളതിൻ്റെ വേറൊരു വേർഷനായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അതായത് ഡാൻസ് എന്നുള്ളതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക? ING ഫോം ഉപയോഗിക്കുക. ടെൽ എന്നുള്ളതിൻ്റെ ഒപ്പം ING ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ING ഫോം ആഡ് ചെയ്യുകയാണെങ്കിൽ അത് വെർബൽ നൗൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അവനൊരു ബോയ്, ഹി ഈസ് എ ബോയ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നൗൺ മാത്രമേ വന്നിട്ടുള്ളൂ. ഹി ഈസ് എ സ്മാർട്ട് ബോയ്, അവനൊരു സ്മാർട്ട് ബോയ് ആണ്, അവനൊരു സ്മാർട്ട് പയ്യനാണ് എന്ന് പറയുകയാണെങ്കിൽ സ്മാർട്ട് എന്നുള്ളതാണ് അവിടെ എന്തായിട്ട് വരുന്നത്? നൗണിൻ്റെ ക്വാളിഫൈഡ് വേർഷൻ, അതായത് അഡ്ജക്റ്റീവ്. നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ഏത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മൂന്നാർ ഈസ് ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ. മൂന്നാർ ഈസ് എ ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മതി. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്തിനാണ്? അതിനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്യൂട്ടിഫുൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൂന്നാർ ഈസ് എ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മൂന്നാർ ഒരു ബ്യൂട്ടിഫുൾ എന്നുള്ളത്, ആ ബ്യൂട്ടിഫുൾ ഏതാണ്? നമ്മുടെ അഡ്ജക്റ്റീവ് ആണ്. എ വേർഡ് വിച്ച് ക്വാളിഫൈസ് എ നൗൺ ഈസ് കോൾഡ് ആൻ അഡ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞതാണല്ലേ. ദസ് സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആർ എക്സാമ്പിൾസ് ഓഫ് അഡ്ജക്റ്റീവ്സ്. ഇതിൽ അഡ്ജക്റ്റീവ്സിന് എക്സാമ്പിൾസ് ഏതാണ് വരുന്നത്? സ്മാർട്ട്, ബ്യൂട്ടിഫുൾ, അതായത് എന്തെങ്കിലും ഒരു കാര്യം വർണ്ണിക്കുന്നതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇതിലേതാണ് അഡ്ജക്റ്റീവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എടുത്ത് എഴുതാൻ പറ്റും. പക്ഷേ ഏതൊക്കെ ടൈപ്പ് അഡ്ജക്റ്റീവ്സ് ഉണ്ട് താഴെ നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെ ടൈപ്പ് അഡ്ജക്റ്റീവ്സ് ഉണ്ടെന്ന്, അതും കൂടി ഓർത്ത് വെക്കാം. കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി, അതായത് ക്ലെവർ ബോയ്, ബുദ്ധിമാനായിട്ടുള്ള, അവനൊരു സൂത്രശാലിയായിട്ടുള്ളൊരു പയ്യനാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്മാർട്ട് ബോയ് എന്ന് പറഞ്ഞില്ലേ, അത് ഏതിലാണ് വരുന്നത്? ക്വാളിറ്റി, അതായത് എന്ത് ക്വാളിറ്റി ആണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് അഡ്ജക്റ്റീവ് ആണ്? അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. ബ്യൂട്ടിഫുൾ വിമൻ, സ്മോൾ ബോക്സ്. ഇനി അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി, അതായത് എത്ര എന്നുള്ള ആ ഒരു കണക്ക് വരുമ്പോഴാണ് നമ്മൾ ക്വാണ്ടിറ്റി പറയുന്നത്. എത്ര ക്വാണ്ടിറ്റി ഉണ്ട് ചോദിക്കില്ലേ? 1/2 കിലോനാണോ 1 കിലോനാണോ എത്രയുണ്ട് എന്നുള്ളത് ചോദിക്കില്ലേ? അതാണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മച്ച്, മെനി, ഫ്യൂ, കുറച്ച്, ഓൾ, സം എന്നുള്ളതൊക്കെ ഏതിലാണ് വരുന്നത്? ക്വാണ്ടിറ്റിയിലാണ് വരുന്നത്. ഇനി ഡിമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് യൂസ് ടു റെഫർ ടു നൗൺസ് ഓർ പോയിൻ്റ് ഔട്ട് തിങ്സ്, അതായത് അത്, ഇത്, മറ്റേത്, മറിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട്, അത്, ഇത്, ദാറ്റ് പെൻ, ദീസ് വർക്ക് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്, ദിസ്, ദാറ്റ്, ദോസ്, സം, സച്ച് അങ്ങനത്തെ രീതിയിലുള്ളത് എന്നൊക്കെയാണ് സച്ചിൻ്റെ അർത്ഥം. അപ്പോൾ അതൊക്കെ കാണിക്കണത് ഇതിലാണ്? ഡിമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സിലാണ്. അത് എന്ത് ചെയ്യാനാണ്? പോയിൻ്റ് ഔട്ട് തിങ്സ്. ഇനി പൊസസീവ് അഡ്ജക്റ്റീവ്സ്, അതായത് ഒരു ഓണർഷിപ്പ്, മൈ, എൻ്റെ ആണത്, ഔർ, ഞങ്ങളുടെ, നമ്മുടെയാണ്, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അതിൻ്റെയാണ്, ഇറ്റ്സ് എന്ന് പറയുന്നത് it', അതായത് അതിൻ്റെയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇറ്റ്സ് എന്നുള്ളത് പറയണത് കേട്ടോ. ഹെർ അവളുടെയാണ്, ഹിസ് അവൻ്റെയാണ്, യുവർ നിൻ്റെയാണ്, ഔർ നമ്മുടെയാണ്,
മൈ എൻ്റെ ആണ്, അതായത് എൻ്റെ നിൻ്റെ എന്നുള്ളൊരു പൊസസീവ് ക്യാരക്ടർ കാണിക്കാനാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പാർട്ടിസിപ്പൽ അഡ്ജക്റ്റീവ്സ് മെയിനായിട്ടും വരുന്നത് ING ഫോം അല്ലെങ്കിൽ ED ഫോം, EN ഫോമൊക്കെ വെർബിന് ആഡ് ചെയ്യുമ്പോഴാണ്. അതായത് ഷൈനിങ് ഡയമണ്ട്, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അത്രയും തിളക്കമാർന്ന ഒരു ഡയമണ്ട്. അതേപോലെ ഡിഫീറ്റഡ് പ്ലെയേഴ്സ്, ഫോളൻ ലീവ്സ്, കൊഴിഞ്ഞു പോയിട്ടുള്ള ഇലകൾ, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ INGയും അതേപോലെ EDയും ENഉം എല്ലാം ആഡ് ചെയ്യും. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന്, ഒരു ഗ്രൂപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനത്തിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഈച്ച്, എവ്രി, നൈദർ, ഐദർ, അതായത് ഓരോ മനുഷ്യന്മാരും എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ നമ്മൾ ഏതാണ് അതിൽ ഉപയോഗിക്കുന്നത്? ഈച്ച് ഹ്യൂമൻ, ഈച്ച് മാൻ ഇൻ ദി വേൾഡ് ഇസ് ടു റൈറ്റ് ടു ലീവ് ഹിയർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈച്ച് എന്നുള്ളത് അത് ഏതാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. ഓരോ എന്നുള്ളതാണ്. എവ്രി എന്ന് പറഞ്ഞാൽ ഏതാണ്? എല്ലാ വ്യക്തികൾക്കും. എവ്രി മാൻ ഹാസ് ദി റൈറ്റ് ടു ലീവ് ഇൻ ദിസ് കൺട്രി. എവ്രി മാൻ, അതായത് എല്ലാ ആളുകളും. എവ്രി എന്നുള്ളത് വരുന്നത് ഏതിലാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവിലാണ്. ഇനി കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഫോംഡ് ബൈ ജോയിനിങ് 2 or more adjectives. ഇത് എളുപ്പമാണ് കണ്ടെത്താൻ. എന്താണ്? ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ നമ്മൾ പറയെങ്കിലും അത് 2 വാക്കാണ്. ഷോർട്ട് പ്ലസ് പിന്നെ എന്താണ്? ടെമ്പേർഡ് പേഴ്സൺ. എ പാർട്ട് ടൈം ജോബ്, പാർട്ട് പ്ലസ് ടൈം പ്ലസ് ജോബ്. ഓക്കെ, പാർട്ട് ടൈം ജോബ്. ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്, ലോങ് ലാസ്റ്റിംഗ് ഐ മേക്കപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ലോങ് ലാസ്റ്റിംഗ്, അതായത് ലോങ് എന്നുള്ളൊരു വാക്ക്, ലാസ്റ്റിംഗ് എന്നുള്ളൊരു വാക്ക്, ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു വാക്ക്, അങ്ങനെ 3 വാക്ക്, 2ഓ അതിൽ കൂടുതലോ അഡ്ജക്റ്റീവ്സ് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്നുള്ളത് പറയും. അത് എളുപ്പമാണല്ലേ, നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇനി കറക്റ്റ് യൂസേജ് ഓഫ് സം സ്പെഷ്യൽ അഡ്ജക്റ്റീവ്സ്, അതായത് നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ തന്നെ നോക്കി, ലേറ്റർ, ലേറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ് ഒക്കെ ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് ഉള്ള ഓരോ സെൻറ്റൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ വേണം നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എക്സാമിന് മിക്കവാറും നിങ്ങൾക്ക് ഒരു ടഫായിട്ടുള്ള ഒരു ഏരിയ വരുന്നത് ഇതുപോലെയുള്ളതായിരിക്കും. ഇങ്ങനെ സിമിലറായിട്ട് വരുന്നതായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അതൊന്ന് നേരെ ഒന്ന് ശ്രദ്ധിച്ച് എഴുതിയെടുത്ത് പോവാം കേട്ടോ. ഞാൻ PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. പക്ഷെ നിങ്ങൾക്ക് മൊബൈൽ നോക്കാൻ, അതായത് മൊബൈലിൽ നോക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു നോട്ട് കൂടിയും പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ദെൻ ലേറ്റർ സജസ്റ്റ് ആൻ ഇൻഡിഫൈനൈറ്റ് ടൈം ഇൻ ഫ്യൂച്ചർ, അതായത് ഇൻഡിഫൈനൈറ്റ് ടൈം, ഒരു ഡെഫിനിറ്റ് ടൈം ഇല്ല, 5 മണിക്ക് ഞാൻ പോവും അങ്ങനെയല്ല പറയണത്. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവിടെ വിസിറ്റ് ചെയ്യണം, എനിക്ക് എന്നെങ്കിലും ഒരിക്കൽ അവിടെ വിസിറ്റ് ചെയ്യണം, ഞാൻ അവിടെ വിസിറ്റ് ചെയ്യും, പിന്നെ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തോളാം എന്നൊക്കെ പറയില്ല. അതായത് ഹി ഈസ് പ്ലാനിങ് ടു വിസിറ്റ് ആസ് ലേറ്റർ, നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ വന്ന് കാണാം എന്നൊക്കെ പറയില്ലേ. അത് ആ പിന്നെ എന്ന് പറയുന്നതിനൊരു ടൈമില്ല, ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം അവിടെ പറയണില്ല, പിന്നെ എന്ന് മാത്രം പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ ആ ഒരു സമയത്ത് ലേറ്റർ എന്നുള്ളത് പിന്നെ വന്ന് കാണാം എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് എന്തുപയോഗിക്കാം? ലേറ്റർ ഉപയോഗിക്കാം. ഇനി സജസ്റ്റ് പൊസിഷൻ ഓർ ഓർഡർ, അതായത് മീന ആൻഡ് സീന ആർ കസിൻസ്. മീനയും സീനയും കസിൻസ് ആയിരുന്നു. ഇത് PSC ചോദ്യം പോലെ അല്ലേ. മീനയും സീനയും എന്തായിരുന്നു? കസിൻസ് ആയിരുന്നു. ദി ലേറ്റർ ഈസ് സ്റ്റഡിയിങ് എബ്രോഡ്, അതായത് ഇവിടെ ലേറ്റർ ആരാണ്? സീനയാണ്. അതായത് മീന, സീന. ആ ലേറ്റർ രണ്ടാമത്തത് എന്താണ്? അബ്രോഡാണ് എന്നുള്ള രീതിക്ക് പറയില്ലേ നമ്മൾ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഓർഡർ പറയാനായിട്ട് മീന ആൻഡ് സീന എന്ന് പറയുമ്പോൾ ദി ലേറ്റർ ആരാണ് ഇവിടെ? സീനയാണ്. ഓക്കെ, ലാറ്റർ എന്ന് വേണം അത് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലേറ്റർ വേറെ വരുന്നുണ്ട്, അതായത് ലേറ്റസ്റ്റ് എന്നുള്ളത് വേറെ വരുന്നുണ്ട്. അപ്പോൾ പ്രൊനൗൺസ് ചെയ്യണതിൽ വലിയ, അതായത് നമുക്ക് എക്സാമിന് കാര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് അത് ചിലപ്പോൾ ഉപകാരപ്പെടും. ദെൻ ലേറ്റസ്റ്റ് മീൻസ് എ റീസെൻറ്റ് ഹാപ്പനിങ്. ലേറ്റസ്റ്റ് ന്യൂസ് എന്നൊക്കെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു ന്യൂസ്, ഇപ്പോൾ പുതിയ ന്യൂസ് ഏതാണെന്ന്, ലേറ്റസ്റ്റ് ന്യൂസ് ഏതാണ്, ലേറ്റസ്റ്റ് മേക്കപ്പ്, ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു ഡ്രസ്സ് ഒന്ന് കാണിച്ചെന്നൊക്കെ നമ്മൾ പറയാറില്ലേ കടയിൽ പോയിട്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? റീസെൻ്റ് ആയിട്ട് പെട്ടെന്ന് ഈ ഒരു അടുത്ത് നടന്ന സംഭവമായിട്ടാണ് ലേറ്റസ്റ്റ് എന്നുള്ളത് കണക്കാക്കുന്നത്. ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ലേറ്റസ്റ്റ് ബുക്ക്. അവൻ്റെ ഇപ്പോൾ അവൻ രചിച്ചിട്ടുള്ള ബുക്കിനെ പറ്റിയിട്ടാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. ഇനി ലാസ്റ്റ് എന്താണ്? സജസ്റ്റ് എ പൊസിഷൻ ഓർ എ പോയിന്റ്. ഹി ഈസ് സിറ്റിംഗ് ഓൺ ദി ലാസ്റ്റ് ബെഞ്ച്. അവൻ ലാസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ആ ഒരു സ്ഥലം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ.
അപ്പോൾ അതാണ് കോമൺ ആയിട്ട് സിമിലർ ആയിട്ട് നമുക്ക് തോന്നുന്ന നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരെണ്ണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കിയേ, ലിറ്റിൽ, എ ലിറ്റിൽ, ദി ലിറ്റിൽ. ഇത് നമ്മൾക്ക് കേൾക്കാൻ സാധ്യത കുറവാണല്ലേ പലരും. ലിറ്റിൽ, എ ലിറ്റിൽ, ദി ലിറ്റിൽ. ലിറ്റിൽ തന്നെയാണ് വാക്ക്, അതിൻ്റെ മുന്നേ എയും വന്നിട്ടുണ്ട്, ദിയും വന്നിട്ടുണ്ട്, വെറും ലിറ്റിലും ഉണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് വെറും ലിറ്റിൽ നോക്കാം. വെറും ലിറ്റിൽ എന്താണ്? മീൻസ് നിൽ, ഒന്നുമില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു നെഗറ്റീവ് സെൻസിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് അവിടെ ലിറ്റിൽ എന്നുള്ളത് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുമില്ല. നമ്മൾ കുറച്ച് എന്നല്ലേ ഓർത്ത് വയ്ക്കുക, ലിറ്റിൽ മാത്രമാണെങ്കിലും നമ്മൾ കുറച്ച് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ലിറ്റിൽ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെൻസിൽ ആണ്. നമ്മൾ പൊതുവേ ലിറ്റിൽ എന്ന് മാത്രം പറയുകയാണെങ്കിൽ നെഗറ്റീവ് സെൻസിലാണ് ആ സെൻറ്റൻസ് പോകുന്നത് ഇംഗ്ലീഷിൽ. ഹി ഹാസ് ലിറ്റിൽ മണി ഇൻ ഹിസ് ഹാൻഡ്. സാധാരണ നമ്മൾ ഓർത്ത് വയ്ക്കണത് എങ്ങനെയാണ്, നമുക്ക് ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് എങ്ങനെയാണ്, അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല, അവൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്നുള്ളത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലിറ്റിൽ എന്നുള്ളതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചേർക്കണം? എ ചേർക്കണം. ഹി ഹാസ് എ ലിറ്റിൽ മണി ഇൻ ഹിസ് ഹാൻഡ്. അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? എ എന്നുള്ളത് ലിറ്റിൽ എന്നുള്ളതിൻ്റെ മുന്നേ ഉപയോഗിക്കും. അപ്പോൾ എ ലിറ്റിൽ. ഇനി ദി ലിറ്റിൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? അതും ഇതേപോലെ സ്മോൾ എമൗണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദി ലിറ്റിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ബട്ട് ഓൾ ദാറ്റ് വാസ് ദർ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ശ്രദ്ധിച്ചേ, ദി ലിറ്റിൽ മണി ഹി ഹാഡ് വാസ് ലോസ്റ്റ് ഓൺ ദി ട്രെയിൻ. അതായത് കുറച്ച് പൈസ അവന് ട്രെയിനിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് ഓൾ ദാറ്റ് വാസ് ദർ, ബാക്കിയുള്ളതെല്ലാം അവൻ്റെ കയ്യിലുണ്ട്. അതായത് അവൻ്റെ കയ്യിൽ ശരിക്കും കുറച്ച് പൈസയല്ല ഉള്ളത്, കുറച്ച് പൈസ അവൻ്റെ കയ്യിലുള്ളതിൽ നിന്നും, അതായത് അവൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടാവും, അവൻ്റെ കയ്യിൽ കുറേ പൈസ ഉള്ളതിൽ നിന്നും കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവൻ്റെ ട്രെയിനിൽ മിസ്സായി പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അതായത് ബാക്കിയെല്ലാം അവിടെ ഉണ്ട്, അതിൽ നിന്നും കുറച്ച് പോയി എന്നുള്ള രീതിയിലാണെങ്കിൽ ദി എന്നുള്ള വാക്ക്, THE എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഫ്യൂ, എ ഫ്യൂ, ദി ഫ്യൂ. ഇതും സെയിം അർത്ഥത്തിലാണ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. കുറച്ച് ഫ്യൂ, വെറുതെ ഫ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവാണ്, ഇല്ല എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. എ ഫ്യൂ എന്ന് പറഞ്ഞാലോ കുറച്ചുണ്ട് എന്നുള്ള മീനിങ്. ദി ഫ്യൂ എന്ന് പറഞ്ഞാലോ അതായത് ബോക്സിൽ ഇനി ബാക്കി എന്തുണ്ട്? കുറച്ച് മിഠായി കൂടി ഉണ്ട്. അതായത് അപ്പോൾ കുറേ മിഠായി ഉണ്ടായിരുന്നു അല്ലേ, അതിന്ന് ഇനി ബാക്കി കുറച്ച് മിഠായി കൂടി ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഫ്യൂ വരുന്നത്. ദെൻ ഇനി ഏതാണ്? എൽഡർ, എൽഡസ്റ്റ്, ഓൾഡർ, ഓൾഡസ്റ്റ്. എൽഡർ എപ്പോഴാണ് വരുന്നത്? കാർത്തിക് ഈസ് ദി എൽഡർ ഓഫ് മൈ 2 സൺസ്. എൻ്റെ 2 മക്കളിൽ എൻ്റെ മൂത്ത മകൻ ആരാണ്? കാർത്തിക്കാണ്. അപ്പോൾ ആ ഒരു ഓൾഡർ എന്നുള്ളത്, അതായത് ഫാമിലിയിൽ ആ ഒരു മെമ്പേഴ്സിൻ്റെ ഓർഡർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൽഡർ എന്നുള്ളത് ഉപയോഗിക്കുന്നത് മെയിനായിട്ടും. ഇനി എൽഡസ്റ്റ് എപ്പോഴാണ്? സെയിം, കാർത്തിക് ഈസ് മൈ എൽഡസ്റ്റ് സൺ. എൻ്റെ മൂത്ത മകൻ ആരാണ്? കാർത്തിക്കാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓൾഡറോ യൂസ്ഡ് ഫോർ കമ്പാരിസൺ, അതായത് കാർത്തിക് ഈസ് ഓൾഡർ ദാൻ ഹിസ് ഫ്രണ്ട്. അവൻ്റെ ഫ്രണ്ടിനേക്കാളും ഓൾഡർ ആണ് ആര്? കാർത്തിക് എന്ന് പറയുന്നത്. ഫ്രണ്ടിനേക്കാളും വയസ്സുണ്ട് കാർത്തിക്കിന് അല്ലേ, കാർത്തിക് ഫ്രണ്ടിനേക്കാളും ഓൾഡർ ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കും? ഓൾഡർ ഉപയോഗിക്കും. പിന്നെ ഓൾഡസ്റ്റ് ഉപയോഗിക്കുന്നത് ഏതിലാണ്? പേഴ്സൺസ് അല്ലെങ്കിൽ തിങ്സ്, എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരിനെയൊക്കെ നമ്മൾക്ക് എന്തുപയോഗിക്കാം? ഓൾഡസ്റ്റ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഈസ് ദി ഓൾഡസ്റ്റ് മോണ്യുമെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് മോണ്യുമെൻ്റ് ആണ് ഇത് എന്നുള്ള രീതിയിൽ, അതായത് പഴക്കം ചെന്നിട്ടുള്ള എന്നുള്ള രീതിയിൽ നമുക്ക് എന്തുപയോഗിക്കാം? ഓൾഡസ്റ്റ് ഉപയോഗിക്കാം. ഇനി ഫാർദർ, ഫർദർ. ഫാർദർ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണ്. അതായത് ബാംഗ്ലൂർ ഈസ് ഫാർദർ ഫ്രം മൈ ഹോം. എൻ്റെ വീട്ടിൽ നിന്നും ബാംഗ്ലൂർ ഒരുപാട് ദൂരെയാണ് എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാർദർ ഉപയോഗിക്കാം. അതേപോലെ ഫർദർ എന്നുള്ളത്, ഫർദർ മോർ അഡീഷണൽ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ, അതായത് ഫർദർ സിംപ്ലി മീൻസ് ഏതാണ്? ഈ അഡീഷണൽ, അതായത് ഒരു എക്സ്ട്രാ എന്നുള്ള രീതിയിൽ. ദി കോർട്ട് ഹാസ് ഓർഡർഡ് എ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദി കറപ്ഷൻ കേസ്. അതായത് കറപ്ഷൻ കേസിൽ ഒരു അഡീഷണൽ ആയിട്ട് എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേഷനും കൂടിയും കോർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് ഫർദർ എന്ന് പറയുന്നത് എപ്പോഴും അഡീഷണൽ ആയിട്ടും, ഫാർദർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലുമാണ് കണക്കാക്കേണ്ടത്. ഇനി എഫ് എന്താണ്? മെനി, എ ഗ്രേറ്റ് മെനി, മെനി എ മച്ച്. ഓക്കെ, ദെൻ നോക്കാം. മെനി എന്ന് മാത്രമായിട്ട് പറയുമ്പോൾ അതിനൊരു ലാർജ് നമ്പർ എന്നുള്ള രീതിയിലാണ്, ഒരു കൗണ്ടബിൾ നൗൺസ് എന്നുള്ള രീതിയിലാണ് നമ്മളത് കണക്കാക്കുന്നത്. ദർ ആർ മെനി ബുക്സ് ഇൻ ദി ലൈബ്രറി. നമ്മൾ കേട്ട് പരിചയമുണ്ട് അല്ലേ.
എ ഗ്രേറ്റ് മെനി എന്ന് പറഞ്ഞാലോ അതും ലാർജ് ബുക്ക് തന്നെ. എ ഗ്രേറ്റ് മെനി ബോയ്സ് വാച്ച്ഡ് ദി മാച്ച്. ആ മാച്ച് കാണാൻ ഭയങ്കര വലിയ കുറേ അധികം പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഗ്രേറ്റ് മെനി എന്നുള്ളത്, എ ഗ്രേറ്റ് മെനി എന്നുള്ളത് ഉപയോഗിക്കും. മെനി എ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? മീൻസ് സെവറൽ, അതായത് മെനി എ സോൾജിയർ വാസ് കിൽഡ് ഇൻ ദി വാർ. ഇതെല്ലാതും നമുക്ക് ഏകദേശം നമുക്ക് സെയിം ആക്കിയിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ളതാണ്. ലാർജ് നമ്പർ തന്നെയാണ് മെയിനായിട്ടും സൂചിപ്പിക്കുന്നത്. ഇനി മച്ച് മാത്രം നോക്കിയാൽ മതി. മച്ചിൽ ഒരു ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹറി അപ്പ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം എന്ന്, വേഗം ആട്ടെ നമുക്കത്ര സമയമൊന്നുമില്ല ഇവിടെ കളിച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയില്ല. അതായത് ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? മച്ച് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി പൊസിഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ്, അട്രിബ്യൂട്ട്സ് ഓർ അട്രിബ്യൂട്ടീവ് ആൻഡ് പ്രെഡിക്കേറ്റീവ്. പൊസിഷൻ ഓഫ് അഡ്ജക്റ്റീവ്സിൽ അട്രിബ്യൂട്ടീവും ഉണ്ട് പ്രെഡിക്കേറ്റീവും ഉണ്ട്. അതായത് ദി ജനറസ് കിങ് എന്നുള്ളതും നമുക്ക് പറയാം, ദി കിങ് ഈസ് ജനറസ് എന്നും നമുക്ക് പറയാം, ജനറസ് കിങ് എന്നും പറയാം, ദി കിങ് ഈസ് ജനറസ് എന്നുള്ളതും പറയാം. ആൻ അഡ്ജക്റ്റീവ് വിച്ച് പ്രൊസീഡ്സ് ദി നൗൺ മോഡിഫൈങ് ഈസ് കോൾഡ് ആൻ അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. അതായത് നൗണിന് മുന്നേ എന്ത് ചെയ്യുക? ആ ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്ന വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാം. അതായത് എ വയലൻറ്റ് മോബ്, സിൻസിയർ ഓഫീസർ, നമുക്ക് വേണമെങ്കിൽ എന്ത് പറയും? ദി ഓഫീസർ ഇസ് സിൻസിയർ എന്ന് പറയാം. ഓക്കെ, സ്നോ ക്ലാഡ് മൗണ്ടെയിൻസ്, ഹോട്ട് സൂപ്പ്, അതെന്ത് പറയുക? ആ സൂപ്പ് ഈസ് വെരി ഹോട്ട് എന്നുള്ളത് പറയാം. കോൾഡ് ക്ലൈമറ്റ് ഈസ് കോൾഡ് എന്ന് പറയാം. പക്ഷെ അതിന് പകരം കോൾഡ് ക്ലൈമറ്റ് എന്നല്ലേ പറഞ്ഞേ? ക്ലൈമറ്റ് ലാസ്റ്റ് അല്ലേ വന്നേ? നൗൺ ലാസ്റ്റ് അല്ലേ വന്നേ? അപ്പോൾ അതെന്താണ്? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. നൗൺ ലാസ്റ്റ് വന്നാൽ അതെന്താണ്? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഓർത്ത് വയ്ക്കുക? അഡ്ജക്റ്റീവ് ആദ്യം വന്നാൽ അത് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. എൻ അഡ്ജക്റ്റീവ്, ഇനി രണ്ടാമത്തേത് നോക്കി, എൻ അഡ്ജക്റ്റീവ് വിച്ച് ഒക്കേഴ്സ് ആഫ്റ്റർ ദി വെർബ് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ അത് ഇതാണ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. വെർബിന് മുന്നേ വരികയാണെങ്കിലോ, അഡ്ജക്റ്റീവ് ആദ്യം വരികയാണെങ്കിൽ അട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് രണ്ടാമത്തേത് വരികയാണെങ്കിൽ അത് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവിന് എക്സാമ്പിളാണ് ദി സൂപ്പ് ഈസ് ഹോട്ട്, ദി ചൈൽഡ് സീംസ് ഹാപ്പി. ഹോട്ട് എന്നുള്ളത് അവിടുത്തെ അഡ്ജക്റ്റീവ് ആണ്, അത് സൂപ്പ് കഴിഞ്ഞിട്ടല്ലേ വന്നത്, അപ്പോൾ അതെന്താണ്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഇനി ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ദി അഡ്ജക്റ്റീവ് ടോൾ ഇൻ ദീസ് സെൻറ്റൻസസ് ഹാവ് 3 ഫോംസ്, 3 ഫോംസ് ആണുള്ളത്. ടോൾ, ടോളർ, ടോളസ്റ്റ്. അതായത് ഇതിനെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ടോൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡിഗ്രിയാണ്. ടോളർ ദാൻ മീ, എന്നെക്കാളും വലുതാണ് അവൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്? അതൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ടോളസ്റ്റ് അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ക്വാളിറ്റി, അതായത് ഏറ്റവും വലിയ എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോളസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ 3 or more യൂണിറ്റ്സ് ആർ കമ്പയർഡ്. അതായത് 3 അതിലധികമോ യൂണിറ്റ്സ് കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ടോളസ്റ്റ് ഉപയോഗിക്കുന്നത്. 2 ആണെങ്കിൽ 2 തിങ്സ് കമ്പയർ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കും? ടോളർ ഉപയോഗിക്കും. വെറുതെ നമ്മളൊരു പോസിറ്റീവായിട്ടൊരു നല്ല രീതിക്ക് ഒരാളിനെ ഹീസ് ടോൾ, അവന് നല്ല അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കും? ടോൾ എന്നുള്ള ആ ഒരു പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കും. അപ്പോൾ 3 ഡിഗ്രീസ് ആണുള്ളത്. അത് ചിലപ്പോൾ ഒരു 2 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ട് കേട്ടോ. എത്ര ഡിഗ്രീസ് ഉണ്ട്? 3 ഡിഗ്രീസ് ആണുള്ളത്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, പിന്നെ അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതി വയ്ക്കാം? ടോളർ, ടോളസ്റ്റ് എന്ന് എഴുതി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ പകുതി മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒന്നും എഴുതാതെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ വിടരുത്, ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ അതിൽ അറിയണത് അത് എഴുതി വയ്ക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ഡിറ്റർമൈനേഴ്സ്. ദിസ് ലേഡി, ദീസ് പെൻസ്, മെനി ബുക്സ്, മൈ സൺ, എൻ്റെ മകൻ, സെവറൽ ചിൽഡ്രൻ, കുറച്ച് ഏതോ പിള്ളേർ, ഏതാണ് 5 കിലോമീറ്റേഴ്സ്, 5 കിലോമീറ്റർ, അങ്ങനെ ഓരോ രീതിയിലും ലേഡി എന്ന് മാത്രം പറയാതെ ദിസ് ലേഡി അങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അതേതാണ്? ഡിറ്റർമൈനേഴ്സ് ആണ്. ഡിറ്റർമൈനേഴ്സ് മെയിനായിട്ടും എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കണക്കാക്കാൻ വേണ്ടിയിട്ട്, ക്വാണ്ടിറ്റി നമുക്ക് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിറ്റർമൈനേഴ്സ്. സച്ച് വേർഡ്സ് ആർ കോൾഡ് ഡിറ്റർമൈനേഴ്സ്. ഡിറ്റർമൈനേഴ്സ് ആർ എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഫങ്ഷൻസ് ആസ് adjectives. They are usually placed before nouns. അതായത് നൗണിന് മുന്നേ വെക്കുന്ന എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇത്ര കിലോമീറ്റേഴ്സ്, കുറേയധികം ബുക്സ്, അങ്ങനെ കുറേയധികം ബുക്സിൽ കുറേയധികം എന്നുള്ളതാണ് ഏതായിട്ട് വരുന്നത്? അഡ്ജക്റ്റീവായിട്ട് വരുന്നത്. അങ്ങനെ അഡ്ജക്റ്റീവായിട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. അത് ഏതാണ്? നൗണിൻ്റെ മുന്നെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഇനി കുറേ അധികം ഡിറ്റർമൈനേഴ്സ് ഉണ്ട്. ആർട്ടിക്കിൾസ് എന്നുള്ളത് ഒരു ടൈപ്പാണ്. ഡിമോൺസ്ട്രേറ്റീവ്സ്, പൊസസീവ്സ്, ക്വാണ്ടിഫയേഴ്സ്, നമ്പേഴ്സ്, ഇങ്ങനെ 5 ടൈപ്പ് ഡിറ്റർമിനേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് 5 ടൈപ്പ്? ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിൽ ഏതൊക്കെയാണ് വരുന്നത്?
A, an, the, a lemon, an elephant, the sun. An elephant എന്ന് പറയാൻ കാരണം എന്താണ്? അത് AEIOU ഈ എന്ന് പറയുന്നത് ഏതാണ്? ഒരു വവലാണ്. അതുകൊണ്ടാണ് വവലിൻ്റെ മുന്നേ ഏത് വരും? നമുക്ക് ആൻ എന്നുള്ളത് വരും. അത് ഓർത്ത് വയ്ക്കാം കേട്ടോ. നമ്മൾ പറയുന്നുണ്ട് താഴെ, എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കാം. ദെൻ രണ്ടാമത്തത് ഡിമോൺസ്ട്രേറ്റീവ്സ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. അതായത് ദിസ് ഡോക്യുമെൻറ്റ്, ദാറ്റ് ടേബിൾ, ദീസ് ഗേൾസ്, ദാറ്റ് മെൻ, ദീസ് വിമൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഈ സ്ത്രീ, ആ സ്ത്രീ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഏതിലാണ്? ഡിമോൺസ്ട്രേറ്റീവ്സിലാണ് വരുന്നത്. പൊസസീവ്സിലോ മൈ, ഔർ, ഹീസ്, ഹെർ, യുവർ, ഇറ്റ്സ്, ദെയർ, അവൻ്റെ, അവളുടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കും? പൊസസീവ്സിൽ, ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ക്വാണ്ടിഫയേഴ്സ്. ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി സൂചിപ്പിക്കുന്നത് ലിറ്റിൽ, മച്ച്, മോർ, ലെസ്, മോസ്റ്റ്, സെവറൽ, അതായത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത് ക്വാണ്ടിഫയേഴ്സ്. നമ്പേഴ്സ് ആണെങ്കിലോ 2, ഫസ്റ്റ്, 1, സെക്കൻഡ് എന്നൊക്കെ പറയണത് ഏതാണ്? നമ്പേഴ്സാണ്. അതായത് ഫസ്റ്റ് പ്രൈസ്, 2 ലയൺസ്, 2 ടൈഗേഴ്സ് എന്നൊക്കെ പറയണത് ഏതാണ്? നമ്പേഴ്സാണ്. ഇനി ആർട്ടിക്കിൾസും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മെയിൻലി. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, രണ്ടാമത്തത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഡെഫിനിറ്റും, രണ്ടാമത്തത് ഇൻഡെഫിനിറ്റും. ഡെഫിനിറ്റിൽ ഏതാണ്? മെയിനായിട്ടും യുണീക്കായിട്ടുള്ള നൗൺസ് വരണ സമയത്ത്, അതായത് മൂൺ, സൺ എന്നൊക്കെ പറയുന്ന അത്രയും യുണീക്കാണ്, അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം, കോമൺ ആയിട്ടുള്ളതല്ലല്ലോ. അങ്ങനെ യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിലേത് ഉപയോഗിക്കും? ദി എന്നുള്ളത് ഉപയോഗിക്കും. ദി മൂൺ, ദി എർത്ത്, ദി യൂണിവേഴ്സ്, ദി വേൾഡ്. അതേപോലെ ഈ ഹോളി ബുക്സ് ഒക്കെ ദി രാമായണ, ദി ബൈബിൾ എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതേപോലെ ഫോറസ്റ്റ്, ട്രെയിൻ, ഹോട്ടലിൻ്റെ പേരൊക്കെ ദി മലബാർ, അതേപോലെ ദി വൈറ്റ് ഹൗസ്, അങ്ങനെ ഹോട്ടലിൻ്റെ പേരൊക്കെ പറയാൻ വേണ്ടിയിട്ടും ഏത് ഉപയോഗിക്കലുണ്ട്? നമ്മൾ ദി എന്നുള്ളത് ഈ നൗണിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുക്കലുണ്ട്. അതേതാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാണ്? ആൻ എന്നുള്ളത് ഏതാണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അതായത് വവൽ സൗണ്ടിൻ്റെ മുന്നേ ആണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ആൻ എന്നുള്ളത് യൂസ് ചെയ്യും. ആൻ ആപ്പിൾ, ആൻ ഓണസ്റ്റ് ചൈൽഡ് എന്നുള്ളതൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യും? ആൻ. എ എന്നുള്ളതൊക്കെ ഏതാണ്? ഇൻഡെഫിനിറ്റ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് യൂറോപ്യൻ യൂണിയൻ മിനിസ്റ്റർ, യൂണിവേഴ്സിറ്റി, എ ഈസ് യൂസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതായത് യൂറോപ്യൻ എന്നുള്ളതിൻ്റെ മുന്നേ ഏത് വരണമായിരുന്നു? AEIOU റൂൾ പ്രകാരം ആൻ വരണമായിരുന്നു അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? AEIOUൻ്റെ മുന്നേ നമ്മൾ എന്ത് വയ്ക്കും? AEIOUൻ്റെ മുന്നേ നമ്മൾ എന്ത് വയ്ക്കും? എന്ത് വെക്കൂടാ? ആൻ വെക്കും. ഓക്കെ, ആൻ വെക്കും. നമ്മൾ അതിന് ബാക്കി എല്ലാത്തിനും നമ്മൾ ഏത് വെക്കും? എ വെക്കും എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ചില കേസസിൽ ആ ഒരു എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ടോ? യൂറോപ്യൻ യൂണിയൻ മിനിസ്റ്റർ എന്നുള്ളതിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് വയ്ക്കും? എ ആണ് വെക്കുള്ളൂ. ആൻ വരില്ല. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇ ആണെങ്കിൽ പോലും എ എന്നുള്ളതാണ് വരിക. ആൻ എന്നുള്ളത് വരില്ല അതിൻ്റെ മുന്നേ. Okay, the definite article, the is not used before the word man when it represents the human race. അതായത് ദി മാൻ എന്നുള്ളത് നമ്മൾ പറയില്ല. അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ മാൻ എന്നുള്ളതിൻ്റെ മുന്നേ നമ്മൾ യൂസ് ചെയ്യില്ല. ദി മാൻ എന്നുള്ളത് നമ്മൾ ഒരിക്കലും പറയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ ആ ദി കളഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മാൻ എന്നുള്ളതിൻ്റെ കേസിലാണെങ്കിൽ ദി കളഞ്ഞിട്ട് വേണം സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ. ഓക്കെ, മാൻ എന്നുള്ളതിൻ്റെ മുന്നേ ഒരിക്കലും ദി വരില്ല. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ഇങ്ങനെ മലയാളത്തിൽ എഴുതി വെച്ചോ നിങ്ങളൊരു ബുക്കിൽ. മാൻ എന്നുള്ളതിൻ്റെ മുന്നിൽ ഒരിക്കലും ദി വരില്ല. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി, നിങ്ങൾക്കത് മൈൻഡിൽ കയറി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എക്സാമിന് അത് വന്നാൽ നിങ്ങൾക്കത് ഇൻകറക്റ്റ് ആണ് എന്നുള്ളത് എഴുതാം. ചിലപ്പോൾ എഡിറ്റിംഗ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ദി എടുത്ത് കളയാം. ഓക്കെ, അങ്ങനെയൊക്കെ വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ആഡ്വേർബ്സ് മെയിനായിട്ടും adverbs are words which modify a verb or an adjective. ഒരു adjectiveനെ മോഡിഫൈഡ് വേർഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ആഡ്വേർബ് എന്ന് പറയുന്നത്. adjectiveൻ്റെ മോഡിഫൈഡ് വേർഷനെ നമ്മൾ എന്ത് പറയും? ആഡ്വേർബ് എന്ന് പറയും. ഷീ വാക്ക്ഡ് ഈവൻ മോർ റാപ്പിഡ്ലി. റാപ്പിഡ് എന്നുള്ളതിൻ്റെ കൂടെ എന്ത് ചേർത്തു? ly എന്നുള്ളത് ചേർത്തു. adverbs are usually formed by adding ly to the adjectives. adjectivesലേക്ക് നമ്മൾ എന്ത് ചേർത്തു? ly എന്നുള്ളത് ചേർത്തു. അപ്പോൾ അതെന്തായി? ആഡ്വേർബ് ആയി. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഓഫ് ആഡ്വേർബ്സ്. റെസ്പെക്റ്റ് എന്നുള്ളതിനെ നമ്മൾ എന്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? റെസ്പെക്റ്റ്ഫുള്ളി എന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? ആഡ്വേർബായി. കൈൻഡ് എന്നുള്ളതിനെ കൈൻഡ്ലി, ഹൈ ഹൈലി, ലൗഡ് ലൗഡ്ലി, ഈസി ഈസിലി, വൈസ് വൈസ്ലി, ആംഗ്രി ആംഗ്രിലി കൊണ്ട് ഒക്കെ ഇതിൻ്റെയും കൂടെ ഒരു ly ആഡ് ചെയ്താൽ എന്തായി? ആഡ്വേർബായി.
ഇനി ആഡ്വർബിൻ്റെ ഓരോ ടൈം ആഡ്വർബ് ഓഫ് ടൈം, ആഡ്വർബ് ഓഫ് പ്ലേസ്, ആഡ്വർബ് ഓഫ് മാനർ, ആഡ്വർബ് ഓഫ് ഡിഗ്രി, ഇൻട്രോഗേറ്റീവ് ആഡ്വർബ്, റിലേറ്റീവ് ആഡ്വർബ്, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി, ഇങ്ങനെ ഓരോ ടേബിൾ ഉണ്ട്. ആ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകും. ടേബിളല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഓരോ ടേബിളും നിങ്ങൾ മാർക്ക് ചെയ്ത് പോകും. ഇന്നത് പോലെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പോകും. ആഡ്വർബ് ഓഫ് ടൈം വരുമ്പോൾ എന്തായിരിക്കും, നമുക്കറിയാം സമയത്തിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ വേർഡ് ആയിരിക്കും അത് എന്നുള്ളതൊക്കെ ഒന്ന് ലോജിക്ക് കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമർ അത്യാവശ്യം എളുപ്പമായിട്ട് തോന്നും. ഇനി ആഡ്വർബ് ഓഫ് ടൈമിൽ ഏതൊക്കെയാണ് വരുന്നത്? സൂൺ, ലേറ്റ്ലി, ഏർലി, റീസെൻ്റ്ലി, നെവർ, എവർ, യെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതുവരെയും, സ്റ്റിൽ, ഇപ്പോഴും, ഓൾറെഡി, എഗോ എന്താണ്? മുന്നേ. ഓക്കെ, ഇനി ആഡ്വർബ് ഓഫ് പ്ലേസ് എന്താണ്? ഹിയർ, ദർ, എവേ, എവ്രിവെയർ, നൗവർ, ഇൻസൈഡ്, ഔട്ട്സൈഡ്, അപ്പ്, ഡൗൺ, ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പ്ലേസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് പറ്റും പ്ലേസ് ആണ് എന്നുള്ളത്, ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ് എന്നുള്ളത്. ഇനി ആഡ്വർബ് ഓഫ് മാനർ അല്ലെങ്കിൽ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യുമ്പോൾ സാഡ്ലി, കെയർഫുള്ളി, വെൽ, ദസ്, അതായത് എന്തെങ്കിലും ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ, ആ ഒരു ക്വാളിറ്റി, ആ ഒരു സ്റ്റേറ്റ് എന്താണെന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതിലാണ് ഉൾപ്പെടുത്താത്? ക്വാളിറ്റി അല്ലെങ്കിൽ ആഡ്വർബ് ഓഫ് മാനർ എന്നുള്ള രീതിയിൽ. ഇനി ആഡ്വർബ് ഓഫ് ഡിഗ്രി, ഫെയർലി, എൻറ്റയർലി, വെരി, ഇനഫ്, ടോട്ടലി, ഓൾമോസ്റ്റ്, അതായത് ഏത് ഡിഗ്രിയിലാണ്, പകുതി, മുഴുവനായിട്ടും എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ ഏത് ഡിഗ്രിയിലാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട്. പിന്നെ ഇൻട്രോഗേറ്റീവ് ആഡ്വർബ്, വെൻ, വൈ, ഹൗ, ഓഫൻ, എപ്പോൾ, എങ്ങനെ, ഏത് രീതിയിൽ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അതൊക്കെ ഏതാണ്? ഇൻട്രോഗേറ്റീവ് ആഡ്വർബാണ്. ഇനി റിലേറ്റീവ് ആഡ്വർബ് ഏതാണ്? വേർ, വെൻ, ഹൗ. അതും ഇൻട്രോഗേറ്റീവ് ആഡ്വർബും റിലേറ്റീവ് ആഡ്വർബും ഏകദേശം സിമിലർ ആയിട്ട് നമുക്ക് തോന്നും. അത് രണ്ടും അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കാൻ, അതായത് ബാക്കി എല്ലാതും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കാൻ, ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ മെയിനായിട്ട് പറയുന്നത് സാധാരണയായിട്ട് അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്, അല്ലെങ്കിൽ വല്ലപ്പോഴും അങ്ങനെയാണ് നമുക്ക് പറയില്ല, അങ്ങനെ എപ്പോഴും, വല്ലപ്പോഴും, എല്ലാ സമയത്തും എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ ഏത് ഉപയോഗിക്കും? യൂഷ്വലി, ഓൾവേസ്, ഒക്കേഷണലി, നെവർ, സെൽഡം, ഓഫൻ. ഓക്കെ, ഇനി ഓർഡർ ഓഫ് ആഡ്വർബിൻ്റെ ഓർഡറാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ഷീ വെൻറ്റ് സൈലൻ്റ്ലി ബാക്ക് എന്നുള്ളത് റോങ് ആണ്. ഷീ വെൻറ്റ് ബാക്ക് സൈലൻ്റ്ലി എന്ന് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതായത് ആ ഒരു ആഡ്വർബ് എന്ന് പറയുന്നത് ലാസ്റ്റ് വരുന്ന രൂപത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ഷീ വെൻറ്റ് സൈലൻ്റ്ലി ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? റോങ് ആണ്, തെറ്റാണ്. അങ്ങനെ സെൻറ്റൻസ് വരാൻ പാടില്ല. എങ്ങനെ വരണം? ഷീ വെൻറ്റ് ബാക്ക് സൈലൻ്റ്ലി എന്നുള്ളത് വരണം. സൈലൻ്റ്ലി എന്നുള്ളത് ലാസ്റ്റ് വരണം. LY ആഡ് ചെയ്യണത് ഏതാണ്? ആഡ്വർബാണ്. LY ആഡ് ചെയ്യണത് ആഡ്വർബാണ് എന്നുള്ളതും അതും നോട്ട് ചെയ്ത് വെച്ചാൽ മലയാളത്തിൽ തന്നെ LY ആഡ് ചെയ്ത് വരികയാണെങ്കിൽ അത് ആഡ്വർബാണ്. ആഡ്വർബ് ഇങ്ങനെ ഈ ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അത് ലാസ്റ്റേ വരുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് കയറി വരില്ല എന്നൊക്കെ മലയാളത്തിൽ തന്നെ എഴുതി വെച്ചോളൂ. ഇനി പ്രോനൗൺസിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഹി, ഷീ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആനി നന്നായിട്ട് പാട്ട് പാടും. ആനി എന്നെക്കാളും പാട്ട് പാടുമായിരുന്നു. ആനിക്ക് ഒരു സ്കൂൾ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാത്തിലും നമുക്ക് ആനി എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആനി നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു, അവൾ എന്നെക്കാളും പാടുമായിരുന്നു, അവൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അതായത് ആനി എന്നുള്ളത് ഫസ്റ്റിൽ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള സെൻറ്റൻസിൽ എന്ത് ഉപയോഗിച്ചു? അവൾ എന്ന് ഉപയോഗിച്ചു. അതേപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോഴും ആനി എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഷീ എന്നുള്ളത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പുല്ലിംഗമാണെങ്കിൽ ഏത് ഉപയോഗിക്കാം? ഹി എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഷീ, ഹി ഏതൊക്കെ ആയിട്ടാണ് വരുന്നത്? പ്രോനൗൺസ് ആയിട്ടാണ് വരുന്നത്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് പേഴ്സൺ. ഐ എന്നുള്ളതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് ഏതാണ്? മീ. പൊസസീവ് കേസ് ഏതാണ്? മൈൻ ഇപ്പോൾ കുറേ സ്റ്റാറ്റസിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അല്ലേ, മൈൻ എൻ്റെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടാനുണ്ടല്ലോ. ദെൻ സബ്ജക്റ്റീവ് കേസ് ആണെങ്കിൽ വി, ഫസ്റ്റ് പേഴ്സണിൽ വി വരും. ഒബ്ജക്റ്റീവ് കേസ് ആണെങ്കിൽ അതെന്താവും? അസ്സാവും. പിന്നെ പൊസസീവ് കേസ് ആണെങ്കിൽ ഔർ, ഞങ്ങളുടെ, അവേഴ്സ്, ഞങ്ങളുടെ എന്നുള്ള രീതിക്ക് എന്താവും? ഒരു പൊസസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഓണർഷിപ്പ്, അവൻ്റെ, ഞങ്ങളുടെ എന്നൊക്കെ സ്ഥാപിക്കുകയാണ്. ഇനി യുവേഴ്സ് എന്നുള്ളത്, ഓക്കെ, യുവേഴ്സ് എന്നുള്ളത് നിങ്ങളുടെ, നിൻ്റെ എന്നുള്ള രീതിക്കാണ് പറയണത്. ഹി, ഹിം, ഹിസ്, അവൻ, പിന്നെ അവൻ്റെ എന്നുള്ള രീതിക്കൊക്കെയാണ് അത് വരണത്. അവൻ, അവൻ്റെ എന്നുള്ള രീതിയിലാണ് ആ സെൻറ്റൻസസ് വരുന്നത്. ഷീ,
ഹെർ അല്ലേ, അവൾ അവളുടെ എന്നുള്ള സെൻറ്റൻസസ്. ഇറ്റ്സ് അതിൻ്റെ, ഇറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ. ദേ ദെം ദെയർ, അവർ എന്നുള്ള അർത്ഥത്തിൽ, അവരുടെ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് വരണത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പേഴ്സണൽ പ്രോനൗണുമുണ്ട്, റിഫ്ലെക്സീവ് പ്രോനൗണുമുണ്ട്. പേഴ്സണൽ പ്രോനൗൺ ഐ, റിഫ്ലെക്സീവ് പ്രോനൗൺ എന്താണ്, മൈ സെൽഫ്. ഇനി പേഴ്സണൽ പ്രോനൗൺ നോക്കിയാൽ വി ആണെങ്കിൽ ഏത് വരും, അവർ സെൽഫ്സ്. അതേപോലെ യു ആണെങ്കിൽ യുവർ സെൽഫ്, ഷീ ഹെർ സെൽഫ്, ഹി ഹിംസെൽഫ്, ഇറ്റ് സെൽഫ്, ദേ ദം സെൽഫ്. ഇതൊക്കെ വരികയാണെങ്കിൽ എളുപ്പമാണ് അല്ലേ. ഓരോന്ന് തന്നിട്ട് അതിൻ്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ലേ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ്. ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് നമ്മൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞതാണല്ലേ. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ഓർമ്മയുള്ളവരാണെങ്കിൽ ഓർത്ത് നോക്ക്. ജസ്റ്റ് എന്താണ്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളിനെയാണ് ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ആര്, എന്തിന്, ആരുടെ, എന്ത്, ഏത് എന്നൊക്കെ ചോദിക്കില്ലേ നമ്മൾ, ഹൂ, ഹൂം, ഹൂസ്, വാട്ട്, വിച്ച് എന്നൊക്കെ ചോദിക്കുന്നത് ഏതിൽ വരുന്നതാണ്, ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസിൽ വരുന്നതാണ്. എക്സാമ്പിൾ നോക്കിയേ, ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ഓതർ, ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ, വാട്ട് ഈസ് യുവർ എയിം, എന്താണ് ലക്ഷ്യം, നിൻ്റെ എയിം എന്താണ്, എന്താണ്, ഏതാണ്, ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കും, ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കും. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ് അതായത് ഒരു ഗ്രൂപ്പിൽ ഇന്ന ആൾ അല്ലെങ്കിൽ ഈച്ച് ഓഫ് ദം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഓരോരുത്തരും എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ഈച്ച് ഓഫ് യു വിൽ ബി ഗിവൺ എ നോട്ട് ബുക്ക്. നിങ്ങൾ ഓരോരുത്തർക്കും എന്ന് പറയുന്നതിലാണ് ഏത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ്. ഇനി റെസിപ്രോക്കൽ പ്രോനൗൺസ്. റെസിപ്രോക്കൽ പ്രോനൗൺസ് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, അതായത് ഈച്ച് അതർ, അതായത് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഈച്ച് അതർ വരുന്നത് ഏതിൻ്റെ കാറ്റഗറീൻ്റെ അണ്ടറിലാണ്, റെസിപ്രോക്കൽ പ്രോനൗണിൻ്റെ അണ്ടറിലാണ്. ഈച്ച് അതർ, വൺ അനദർ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്ന സെൻറ്റൻസസ് ആണെങ്കിൽ അതേതാണ്, റെസിപ്രോക്കൽ പ്രോനൗൺ ആണ്. ബ്രദേഴ്സ് ലവ്ഡ് ഈച്ച് അതർ, ബ്രദേഴ്സ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിരുന്നു എന്ന് പറയില്ലേ, അതാണ് എന്ത്, റെസിപ്രോക്കൽ പ്രോനൗൺ. ഇനി ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് മെയിനായിട്ടും ഒരു ജനറൽ വേയിൽ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എവ്രിബഡി, എല്ലാവരും, എവ്രി വൺ, ഓരോരുത്തരും, നോബഡി, ആരും തന്നെ, നത്തിങ്, ഓൾ, എവ്രി, ഈച്ച്, മെനി, ഫ്യൂ, വൺ, സം, ബോത്ത്, ഇത്രയും കാര്യങ്ങളാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിൽ വരുന്നത്. അതായത് ഒരു ജനറൽ വേയിൽ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാവരും എന്ന് പറയുമ്പോൾ ഒരു ജനറൽ അല്ലേ, ഓരോരുത്തരും എടുത്ത് പറയുന്നില്ലല്ലോ, എല്ലാവരും, ആരും തന്നെ, ഓരോരുത്തരും എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ജനറൽ വേയിൽ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഒന്നും തന്നെ അസാധ്യമായിട്ടില്ല. അതിലേതെങ്കിലും ഒന്ന് അസാധ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സെപ്ഷൻ ഒന്നും കാണിക്കണില്ല, ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയണത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളത്. അതേപോലെ വൺ ഓഫ് മൈ സ്റ്റുഡൻസ് ഹാസ് പാസ്ഡ് ദി എക്സാം. എക്സാമിൽ വൺ ഓഫ് മൈ സ്റ്റുഡൻസ് ആരാന്നുള്ളത് അവിടെ പറയണില്ല, ഒരു പേരെടുത്ത് പറയണില്ല, വൺ ഓഫ് മൈ സ്റ്റുഡൻസ്, എൻ്റെ സ്റ്റുഡൻസിൽ ഒരാൾ എന്നുള്ള രീതിക്കാണ് അവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഈച്ച്, എവ്രി, ബോത്ത്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഈച്ച് ആൻഡ് എവ്രി ടേക്ക് എ സിംഗുലാർ വെർബ്, അതായത് ഈച്ച് പ്ലെയർ നോസ് ദി റൂൾസ്, ഓരോ പ്ലെയർക്കും ആ റൂൾസ് അറിയാം, അല്ലെങ്കിൽ ബോത്ത് പ്ലെയേഴ്സ് നോസ് ദി റൂൾസ്, ബോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം, അതായത് രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേർക്കും എന്തറിയാം, റൂൾസ് അറിയാം, കളീൻ്റെ റൂൾസ് അറിയാം. അതായത് അങ്ങനെ ആ ഒരു രീതിയിലാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈച്ച് ആൻഡ് ബോത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി സം ആൻഡ് എനി ഉപയോഗിക്കുന്നത് എപ്പോഴാണ്, സമ്മ് വേറൊരു വാക്കായിട്ട് എനി വേറൊരു വാക്കായിട്ട്, അങ്ങനെയാണ് സം ആൻഡ് എനി എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഒരു വാക്കല്ല കേട്ടോ, അത് രണ്ട് വാക്കാണ്, ഒന്ന് സമ്മും ഒന്ന് എനിയും. എക്സാമ്പിൾ നോക്കി, ഷീ ഹാസ് ബോട്ട് സം വെജിറ്റബിൾസ്, അവൾ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് എന്നുള്ളത് കാണിക്കാനാണ് സം, എത്ര, ആ ഒരു ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് സം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നോക്കിയേ, ഷീ ഹാസിൻ്റെ ബോട്ട് എനി വെജിറ്റബിൾസ്, അവൾ ഒരു വെജിറ്റബിൾസും വാങ്ങിയിട്ടില്ല, ഒരു പച്ചക്കറിയും വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള രീതിയിൽ, ഒന്നും തന്നെ എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്, എനി എന്നുള്ള വാക്ക് വരുന്നത്. ഏതെങ്കിലും എന്നൊക്കെ അർത്ഥം വരുന്നത്, അതിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ അതെന്താവും, ഒന്നും തന്നെ ഇല്ല എന്നുള്ള അർത്ഥത്തിലേക്ക് മാറിപ്പോവും. ഇനി ദി യൂസ് ഓഫ് വൺ,
Personal pronouns like he or she should not be used to replace the indefinite pronouns one. അതായത് വൺ എന്നുള്ള പ്രോണൗൺ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞു ആനി നന്നായി പാട്ട് പാടും, ആനിക്ക് സ്കൂളിൽ ഇന്ന പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ആനി എന്നേക്കാളും പാട്ട് പാടും എന്നുള്ളതിന് പകരം നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ മാത്രം ആനി നന്നായി പാട്ട് പാടും എന്ന് പറഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് സെൻറ്റൻസ് മുതൽ അവൾ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ഷീ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ വൺ എന്നുള്ള വാക്കിനെ മാറ്റിയിട്ട് അവിടെ പകരം എന്ത് കൊണ്ടുവരാനായിട്ട് പാടില്ല? ഹി എന്നോ ഷീ എന്നോ കൊണ്ടുവരാനായിട്ട് പാടില്ല. അത് എന്താണ്? തെറ്റായിട്ടുള്ള കാര്യമാണ്, ഇൻകറക്റ്റ് ആണ്. നോക്കിയേ, വൺ ഷുഡ് ലവ് ഹിസ് കൺട്രി എന്ന് പറയണത് ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കാണ്. ഹിസ് എന്നുള്ളത് വൺ ഷുഡ് ലവ്, അവിടെ വണ്ണ് ഫസ്റ്റിൽ വന്നു, ആൻഡ് ഹിസ് കൺട്രി, ഹിസ് എന്നുള്ള വാക്ക് അവിടെ പറയാൻ പാടില്ല. കാരണം അവിടെ വന്നിരിക്കുന്നത് ഏതാണ്? ഒരാളുടെ പേരാണോ? അല്ല, വൺ എന്നുള്ള വാക്കാണ് വന്നിരിക്കുന്നത്. വൺ ഷുഡ് ലവ് ഹിസ് കൺട്രി, ഒരാൾ അവൻ്റെ കൺട്രീനെ സ്നേഹിക്കണം, അങ്ങനെയല്ല പറയേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്? കറക്റ്റ് സെൻറ്റൻസ് എങ്ങനെയാണ്? വൺ ഷുഡ് ലവ് വൺസ് കൺട്രി. അതായത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മുടേതായിട്ടുള്ള രാജ്യത്തെ സ്നേഹിക്കണം. അങ്ങനെ വൺ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഹി ഓർ ഷീ ആക്കാൻ പറ്റില്ല, അത് തെറ്റാണ്. വൺ എന്നുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ വൺസ് എന്ന് തന്നെ അവിടെയും രണ്ടാമത്തത് വരുമ്പോഴും അങ്ങനെ തന്നെ കൊടുക്കണം, അല്ലാതെ മാറ്റി കൊടുക്കാനായിട്ട് പാടില്ല എന്നാണ് പറയണത്. ഇനി പ്രിപ്പോസിഷൻസ് നമുക്കറിയാം, ഇൻ, ഓൺ, അതൊക്കെയാണ് പ്രിപ്പോസിഷൻസ്. നമ്മൾ കുഞ്ഞ് ക്ലാസ് മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് അല്ലേ. അതായത് നൗണിൻ്റെ മുന്നേ ആയിട്ട് കൊടുക്കുന്ന ഒരു വേർഡാണ് ഇത് പ്രിപ്പോസിഷൻ എന്ന് പറയണത്. ഓക്കെ, ദെൻ ഇനി ഇൻ എന്ന് എക്സാമ്പിൾ നോക്കിയേ. ഹി ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക്, അവൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ എന്ന് പറയുന്നത് ഏതിലാണ്? ഇൻ എ ബാങ്ക്, ബാങ്കിലാണ് വർക്ക് ചെയ്യണത്. ഇനി സിമ്പിൾ പ്രിപ്പോസിഷനിൽ സിംഗിൾ വേർഡ് പ്രിപ്പറേഷൻ ആണ്. അതായത് ഇൻ, അറ്റ്, ഓൺ, എബവ്, അപ്പ്, വിത്ത്, സിൻസ്, ബിറ്റ്വീൻ, ഓഫ്, വിത്തിൻ, വിത്തൗട്ട്, ഇതൊക്കെ ഇതിലാണ് വരുന്നത്? സിമ്പിൾ പ്രിപ്പോസിഷനിലാണ്. അതിൻ്റെ എക്സാമ്പിൾസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കാം. ഇനി ഫ്രേസ് പ്രിപ്പോസിഷൻ എങ്ങനെയാണ്? സെർട്ടൻ വേർഡ് ഗ്രൂപ്പ്സ് ആണ്, അതായത് എലോങ് വിത്ത്, അതായത് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പറയുമ്പോഴാണ് ഏത് ഫ്രേസ് പ്രിപ്പോസിഷൻ വരണത്. എലോങ് വിത്ത്, ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പകരമായിട്ട്, അതായത് ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് പകരമായിട്ട് അടുത്ത കാര്യം പറയുക, അപ്പോഴാണ് ഇൻസ്റ്റെഡ് ഓഫ് എന്നുള്ളത് യൂസ് ചെയ്യുക. ബിക്കോസ് ഓഫ്, കാരണം, ഡ്യൂ ടു, അപ്പാർട്ട് ഫ്രം, ഓയിങ് ടു, ഇതൊക്കെ ഏത് വരുന്നതാണ്? ഫ്രേസ് പ്രിപ്പോസിഷൻസിൽ വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക ഒരു നോട്ടിൽ, എന്നിട്ട് എക്സാം കഴിയുന്നത് വരെ അതെന്നും എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് മൈൻഡിലാവണതായിരിക്കും കേട്ടോ. ഇനി യൂസ് ഓഫ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രിപ്പോസിഷൻസും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യണത്, ഓരോ പ്രിപ്പോസിഷൻസിൻ്റെയും യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കണത്. ഫസ്റ്റ് വൺ നോക്കിയേ, എക്സ്പ്രസ് ടൈം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ എന്നുള്ളത് അറ്റ് എന്നുള്ളത് ടൈം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ എറ്റ് നോക്കിയേ, എക്സാമ്പിൾ, ദി പാർട്ടി വിൽ ബിഗിൻ അറ്റ് 7 PM, 7 മണിക്കാണ് പാർട്ടി തുടങ്ങുക എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ടൈം അറ്റ് എന്നുള്ളത് കഴിഞ്ഞിട്ട് ഏതാണ് വന്നത്? ടൈം അല്ലേ വന്നത്? എപ്പോഴും അങ്ങനെയാണ് വരിക. അറ്റ് എന്ന് വെച്ചിട്ട് അതിൻ്റെ ശേഷം ടൈം വരും. അതായത് ഒരു ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു പെർട്ടിക്കുലർ ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? അറ്റ് ചേർക്കുന്നത്. ഓക്കെ. ഇനി ഓൺ എന്നുള്ളത് നോക്കിയാൽ യൂസ്ഡ് ഫോർ ഡേയ്സ്, ഡേറ്റ് ഓർ പാർട്ട് ഓഫ് എനി ഡേ. അതായത് ഒരു ദിവസത്തിൻ്റെ ഇന്ന ഭാഗത്ത്, അതായത് ഇത്ര സമയത്ത്, ഇന്ന സ്ഥലത്ത് എന്നൊക്കെ നമ്മൾ ഇന്ന ഡേറ്റിലാണെന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത്. ഓൺ ദി ഈവനിങ്ങിലാണ്. അറ്റ് ദി ഈവനിങ് എന്ന് പറയില്ല, കാരണം അറ്റ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ടൈം വരുമ്പോഴാണ് അല്ലേ. ഓൺ ദി ഈവനിങ്, പ്ലേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കും? പ്രിപ്പോസിഷൻ ഓൺ ദി ഈവനിങ് ഓഫ് 10th June, ഓൺ ദി മോർണിംഗ്, രാവിലെ, ഓൺ ദി ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷം. അതായത് അങ്ങനെയുള്ള രീതിയിൽ പ്ലേസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റോ ടൈം കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് ചേർക്കും? അറ്റ് ചേർക്കും. അതല്ല ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ഓൺ ചേർക്കും അല്ലേ. ഇനി ഇൻ നോക്കിയേ, യൂസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് ടൈം, മന്ത്സ്, ഇയർ. അതായത് ഇതിൽ ഇതേപോലെ തന്നെ എത്ര മണിക്കാണ് ഞാൻ ഇന്ന സമയത്ത് ആണ് വെഡ്ഡിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് അവൻ വെഡ്ഡിങ്ങിന് വരും എന്നൊക്കെ പറയുമ്പോൾ ഹി കെയിം ബാക്ക് ഇൻ ടൈം ഫോർ മൈ വെഡ്ഡിങ്. അത് ഇൻ ടൈം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗുഡ് ടൈമാണ്. അതായത് കറക്റ്റ് സമയത്ത് തന്നെ അവൻ വന്നല്ലോ, എൻ്റെ കല്യാണത്തിന് കറക്റ്റ് സമയത്താണ്, നല്ല സമയത്താണ് അവൻ വന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ നമ്മൾ യൂസ് ചെയ്യണതാണ്. അതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യണതാണ് ഇൻ ടൈം എന്നുള്ളത്. ഗുഡ് ടൈമാണ് സൂചിപ്പിക്കുന്നത്.
ഹി കെയിം ബാക്ക് ഇൻ ടൈം ഫോർ മൈ വെഡ്ഡിങ്. എൻ്റെ വെഡ്ഡിങ്ങിന് അവൻ കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നത്. ഗുഡ് ടൈമിനെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത് ഇൻ ടൈം എന്നുള്ളത്. ദെൻ വിത്തിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിത്തിൻ എ മന്ത് അല്ലെങ്കിൽ വിത്തിൻ എ വീക്ക് നമ്മൾ റിവിഷൻ നടത്തും എന്നൊക്കെ പറയണ സമയത്ത് വിത്തിൻ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഉള്ളിൽ, ഒരു വീക്കിൻ്റെ ഉള്ളിൽ, വിത്തിൻ എ വീക്ക്, ഒരു വീക്കിൻ്റെ ഉള്ളിൽ എന്ന് നമ്മൾ പറയുക അല്ലേ. വിത്തിൻ എ മന്ത്, ഒരു മന്തിൻ്റെ ഉള്ളിൽ, അങ്ങനെ സെർട്ടൻ ടൈം സൂചിപ്പിക്കാനാണ് എന്ത് യൂസ് ചെയ്യണത്, വിത്തിൻ എന്നുള്ളത് യൂസ് ചെയ്യണത്. ഇനി ഫോർ, FOR എന്നുള്ളത് യൂസ് ചെയ്യണത് എപ്പോഴാണ്, ഒരു ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് അവൻ മണിക്കൂറുകളോളം ഗെയിം കളിച്ചിട്ട് റൂമിൽ വേണമെങ്കിൽ ഇരിക്കുമെന്ന് പറയില്ലേ, അവൻ മണിക്കൂറുകളോളം, ആ മണിക്കൂറുകളോളം എന്ന് പറയുന്നത് 4 hours, അതായത് മണിക്കൂറുകളോളം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഡ്യൂറേഷൻ കാണിക്കുന്നതാണല്ലേ. എക്സാമ്പിൾ നോക്കിയേ, ഷീ ഹാഡ് ബീൻ ലീവിങ് ഇൻ ദുബായ് ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് അവൾ എവിടെയാണ്, ദുബൈയിലാണ്. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എത്ര മാസമായിട്ടുണ്ട്, എത്ര വർഷമായിട്ടുണ്ട്, എത്ര ദിവസമായിട്ടുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണത്, ഫോർ യൂസ് ചെയ്യണത്. സിൻസ് ഉപയോഗിക്കുന്നത് ഒരു പാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടൈമിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പാസ്റ്റ് എന്താ, കഴിഞ്ഞ് പോയിട്ടുള്ള ആ ഒരു ടൈമിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിൻസ് ഉപയോഗിക്കുന്നത്. അതായത് കുട്ടിക്കാലം മുതലേ ഞാൻ ശീലിച്ച് വന്നതാണ്, അല്ലെങ്കിൽ അന്ന് മുതലേ ഞാൻ വന്നിട്ടുള്ളതാണ്. ഈ കടേൻ്റെ എന്തെങ്കിലും ഒരു രീതിക്ക് ഇങ്ങനെ സ്വർണ്ണക്കടയിലൊക്കെ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ കാണാം സിൻസ് 1986, അതായത് 1986 മുതലേ ഉള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എക്സാമ്പിൾ, ദി ചൈൽഡ് ഹാസ് ബീൻ മിസ്സിങ് സിൻസ് മൺഡേ മുതൽ ആ കുട്ടീനെ കാണാനില്ല എന്ന് പറയുന്ന സമയത്ത് മൺഡേ മുതൽ, അങ്ങനെ മുതൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിൻസ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇനി ഡ്യൂറിങ് നോക്കി, സജസ്റ്റീവ് ഓഫ് ഡ്യൂറേഷൻ, അതായത് ഒരു ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ദി കിഡ്സ് വെർ പ്ലേയിങ് ഡ്യൂറിങ് ബ്രേക്ക് ടൈമിൽ ആ കുട്ടികൾ കളിക്കുകയാണ്. ബ്രേക്ക് ടൈമിൽ എന്നുള്ളത് ആലോചിക്കാൻ, അതായത് ആ ഒരു മലയാളം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ളതൊക്കെ ആലോചിച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഗ്രാമറിന് ബേസ് ഇല്ലാത്തവരാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടിയും നല്ലത്. മലയാളത്തിൽ അങ്ങനെ എഴുതി പഠിക്കണതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ദി കിഡ്സ് വെർ പ്ലേയിങ് ഡ്യൂറിങ് ബ്രേക്ക് ടൈമിൽ കുട്ടികൾ എന്ത് ചെയ്യാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ ലേൺഡ് കുക്കിംഗ് ഡ്യൂറിങ് ദ സമ്മർ ഹോളിഡേയ്സിലാണ്, കണ്ടോ, സമ്മർ ഹോളിഡേയ്സിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൃഷ്ണ കുക്കിംഗ് പഠിച്ചിട്ടുള്ളത്. ഇനി ആഫ്റ്റർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സമയം കഴിഞ്ഞിട്ട്, അതായത് ലേറ്റർ ടൈം, അതായത് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം, കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് ആഫ്റ്റർ എന്നുള്ളതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ നോക്കിയാൽ, മീറ്റ് മീ ആഫ്റ്റർ യുവർ എക്സാമിനേഷൻ, നിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് വന്ന് മീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് ആഫ്റ്റർ എന്നുള്ളതിൻ്റെ അർത്ഥം. ദെൻ ഫ്രം നോക്കിയേ, ഫ്രം എന്നുള്ളത് ഒരു സ്റ്റാർട്ടിങ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് 10 മണി മുതൽ 5 മണി വരെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, 10 മണി മുതൽ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തിൻ്റെങ്കിലും ഒരു ടൈം കാണിക്കാനാണ് മെയിനായിട്ടും ഫ്രം എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഫ്രം 10 AM to 5 PM. ഫ്രം ബർത്ത്, ഹി വാസ് ഡെഫ് ഫ്രം ബർത്ത്, അതായത് ജനിച്ചേ മുതൽ ആ കുട്ടി എന്താണ്, ആ കുട്ടിക്ക് എന്ത് കേൾക്കില്ല, ചെവി കേൾക്കില്ല എന്നാണ് പറയണത്. ഡെഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ചെവി കേൾക്കില്ല. ഇനി അൺടിൽ എന്നുള്ളത് യൂസ് ചെയ്യണത് എപ്പോഴാണ്, കണ്ടിന്യൂസ് ഓഫ് ആൻ ആക്ഷൻ, അതായത് അൺടിലിൻ്റെ മെയിൻ മലയാളം നമുക്ക് വേണമെങ്കിൽ വരെ എന്ന് പറയും, അതുവരെ, ഇന്ന സമയം വരെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് ദേ പ്ലേഡ് ടെന്നീസ് അൺടിൽ ഇറ്റ് ഗോട്ട് ഡാർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, രാത്രിയാവുന്നത് വരെ, ഇരുട്ടാവുന്നത് വരെ എന്നൊക്കെയല്ലേ. അതായത് ദേ പ്ലേഡ് ടെന്നീസ് അൺടിൽ ഇറ്റ് ഗോട്ട് ഡാർക്ക്, അവർ രാത്രിയാവുന്നത് വരെ, ഇരുട്ടാവുന്നത് വരെ എന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വരെ എന്നുള്ളതാണ് അൺടിൽ എന്നുള്ളതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മലയാളം വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഓരോ വാക്കൊക്കെ പറയുന്നത്. മലയാളത്തിൽ ശരിക്കും ഇങ്ങനെ വരെ എന്നുള്ളൊരു വാക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇല്ല, ഉണ്ടോയെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്, പക്ഷേ അത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ മലയാളം വേർഡ്സ് ഇങ്ങനെ പറഞ്ഞു പോണത് കേട്ടോ. പ്ലീസ് വെയിറ്റ് ഹിയർ അൺടിൽ ഐ കം ബാക്ക്, ഞാൻ വരുന്നത് വരെ എന്ത് ചെയ്യുക, നീ ഇവിടെ ഇരിക്കണം, നീ ഇവിടെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ വരെ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അൺടിൽ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇനി നോട്ട് ചെയ്യാനുള്ളത് എന്താണ്, ടിൽ ഈസ് യൂസ്ഡ് ആസ് എ വേരിയൻ്റ് ഓഫ് അൺടിൽ എന്നുള്ളതിന് പകരം നമ്മൾ ചില സ്ഥലത്ത് എന്തും ഉപയോഗിക്കലുണ്ട്, ടിൽ എന്നുള്ള വാക്കും ഉപയോഗിക്കലുണ്ട്. അൺടിലിൻ്റെ ലാസ്റ്റ് ആ ഒരു ടിൽ അത് നമ്മൾ ഉപയോഗിക്കലുണ്ട്. ഇനി പ്രിപ്പോസിഷൻസിൻ്റെ യൂസ് എന്തൊക്കെയാണ്, ഫസ്റ്റ് വൺ, മൂവ്മെൻറ്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ്,
ടു ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ, അതായത് ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞിട്ട് ലൈബ്രറിയിലേക്കാണ്, ടു ദി ലൈബ്രറി, അതായത് അവിടേക്കാണ് എന്ന് കാണിക്കാൻ, ആ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടു എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഐ എം ഗോയിങ് ടു ഊട്ടി, ഞാൻ ഊട്ടിയിലേക്ക് പോവുകയാണ്, ഇലേക്ക് എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്, ടു എന്നുള്ളത് വരുന്നത്. എങ്ങോട്ടാണോ എന്നുള്ളത് ആ ഒരു കൺസിഡർ ചെയ്തിട്ട് ആ ഒരു സ്ഥലം ഈ ടു കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇനി ത്രൂ ആണെങ്കിലോ, വൺ പോയിൻറ്റ് ടു അനദർ, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് വരുമ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ത്രൂ എന്നുള്ളത് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കിയേ, വി വാക്ക്ഡ് ത്രൂ ദി വുഡ്സ്, ഞങ്ങൾ വുഡ്സിലൂടെ നടക്കും, അതായത് അതിലൂടെ, അത് മുതൽ ഇതുവരെ, അതായത് വുഡ്സിൻ്റെ ആ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ എന്നുള്ള അർത്ഥത്തിൽ വുഡ്സിലൂടെ നടക്കും, അതിലൂടെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ത്രൂ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, അതിലൂടെ. ദെൻ അപ്പ് എന്താണ് നമുക്കറിയാം, ഏതെങ്കിലും ഒരു ക്ലൈംബ്ഡ് അപ്പ് ദി ലാഡർ, അതായത് ലാഡറിൻ്റെ മുകളിലേക്ക്, അപ്പ് എന്ന് പറയുന്നത് എന്താണ് മുകളിലേക്ക്, ഡൗൺ എന്ന് പറയുന്നത് എന്താണ് താഴേക്ക്, അതായത് ക്ലൈംബ്. ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഏതാണ്, ദി ഫയർമാൻ ക്ലൈംബ്ഡ് അപ്പ് ദി ലാഡർ, അതായത് ലാഡറിൻ്റെ മുകളിലേക്ക് ഫയർമാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ക്ലൈംബ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറി പോവുക, അതായത് മേലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. ദെൻ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഡൗണിൽ ഏതാണ് വരുന്നത്, ഫ്രം എ ഹയർ പൊസിഷൻ ടു എ ലോവർ പൊസിഷൻ, നമുക്കറിയാവുന്നതാണ്, മേലെ നിന്നും താഴേക്ക്, ഹയർ പൊസിഷൻ ടു ലോവർ പൊസിഷൻ, മേലെ നിന്നും താഴേക്ക്. ദി പപ്പി ഫെൽ ഡൗൺ ദി സ്റ്റെയേഴ്സ്, അതായത് സ്റ്റെയേഴ്സിലേക്ക് പപ്പി എന്ത് ചെയ്തിട്ടുണ്ട്, വീണിട്ടുണ്ട്. ഫെൽ ഡൗൺ അതായത് മുകളിൽ നിന്നും താഴേക്ക്, സ്റ്റെയേഴ്സ് നമുക്കറിയാലോ മുകളിൽ നിന്നും താഴേക്കായിരിക്കും, അപ്പോൾ താഴെ നിന്നും മുകളിലേക്ക്, ആ ഒരു സ്റ്റെയറിൽ നിന്നും കുട്ടിയല്ല പപ്പി താഴേക്ക് വീണിട്ടുണ്ട്. ഡൗൺ എന്നുള്ളത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കും. ഇനി ഫ്രം നോക്കി, എന്തെങ്കിലും ഒരു ബിഗിനിങ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതാണല്ലോ നേരത്തെ, നോക്കിക്കോ, ആർ യു കമ്മിങ് ഫ്രം യുവർ കോളേജ്, നീ കോളേജിൽ നിന്നാണോ വരണത്, നിൻ്റെ കോളേജിൽ നിന്നാണോ നീ വരണത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നിന്നാണോ, കോളേജിൽ നിന്നാണോ എന്ന് ചോദിക്കുകയാണ്. ഫ്രം എന്നുള്ളത് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഓവർ എന്നുള്ളത് യൂസ് ചെയ്യണത് നോക്കിയാൽ, മൂവ്മെൻറ്റ് എബവ് ദി ടോപ്പ് ഓഫ് സംതിങ്, അതായത് ഈഗിൾ ഈസ് ഫ്ലൈയിങ് ഓവർ ദി ക്ലൗഡ്, മേഘങ്ങളുടെ മുകളിലായിട്ടാണ് എന്ത് പറക്കുന്നത്, ഈഗിൾ പറക്കുന്നത് എന്ന് ഒരു ആശ്ചര്യത്തിൽ പറയാണ്. അപ്പോൾ മുകളിൽ എന്നുള്ള അർത്ഥമാണ് ഇതിന് വരുന്നത്, ഓവർ എന്നുള്ളതിന് വരുന്നത്. എന്തിൻ്റെങ്കിലും മുകളിൽ ഉള്ള ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഓവർ എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പം മേഘത്തിൻ്റെ മുകളിലാണ് ഈഗിൾ പറന്നുകൊണ്ടിരിക്കുന്നത്, അപ്പം മുകളിൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓവർ എന്നുള്ളത്. ദെൻ എക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്നും ഒരു സൈഡ് ടു അനദർ എന്നുള്ളൊരു മീനിങ് ആണ് എക്രോസ് എന്നുള്ളതിന് വന്നിട്ടുള്ളത്. അതായത് ഈ എക്സാമ്പിൾ നോക്കിയത്, സർദാർ സരോവർ ഡാം ഈസ് ബിൽഡ് എക്രോസ് ദി റിവർ നർമ്മദ, അതായത് നർമ്മദ റിവറിൻ്റെ എക്രോസ് ആയിട്ട്, അതായത് നർമ്മദ റിവർ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ടറ്റത്ത് നിന്നും ആണ് എന്ത് ബിൽഡ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഡാം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു റിവറിൻ്റെ രണ്ടറ്റത്ത് നിന്നാണല്ലോ ബിൽഡ് ചെയ്യുക ഡാം എപ്പോഴും, അപ്പോൾ രണ്ടറ്റത്ത് നിന്ന്, രണ്ട് സൈഡിൽ നിന്ന് എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എക്രോസ് എന്നുള്ളത് ഉപയോഗപ്പെടുത്തുന്നത്. ഇനി അണ്ടർ എന്താണ്, താഴെ അല്ലേ, എന്തിൻ്റെങ്കിലും താഴെ പറയുന്ന സമയത്ത് നമ്മൾ എന്തുപയോഗിക്കും, അണ്ടർ ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കിയേ, ഹീ ഈസ് ഹൈഡിങ് അണ്ടർ ദി ബുഷ്, ബുഷിൻ്റെ അണ്ടറിലാണ്, കീഴിലാണ് അവൻ ഒളിച്ചിരിക്കുന്നത് എന്ന് പറയാണ് അല്ലേ. അപ്പോൾ അണ്ടർ, കീഴിൽ, അതിൻ്റെ അടിയിൽ എന്നൊക്കെ നമ്മൾ അർത്ഥമാക്കുന്നുണ്ട്. ഇനി യൂസേജ് ഓഫ് അതർ പ്രിപ്പോസിഷൻസ്, വേറെ ബാക്കിയുള്ള പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ്, ബിറ്റ്വീൻ നമ്മളെപ്പോഴും ഉപയോഗിക്കുക, രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലേ, രണ്ട് കാര്യങ്ങൾ പറയുന്ന സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ബിറ്റ്വീൻ ഉപയോഗിക്കുക. അതായത് ദി പാക് സ്ട്രേറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും നടുക്കിലാണ് എന്ത് വന്നിട്ടുള്ളത്, പാക് സ്ട്രേറ്റ് വന്നിട്ടുള്ളത്. ബിറ്റ്വീൻ എന്നുള്ളത് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്, ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, രണ്ട് ആ ഒരു രാജ്യത്തിൻ്റെ കാണിക്കുകയാണ്, രണ്ട് രാജ്യം എന്നുള്ളതിൻ്റെ ബിറ്റ്വീൻ, അത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിലാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ബിറ്റ്വീൻ കൊടുത്തിരിക്കുന്നത്. ഇനി എമംഗ് ആണെങ്കിലോ, ഈസ് യൂസ്ഡ് വെൻ മോർ ദാൻ ടു തിങ്സ് ഓർ പേഴ്സൺസ് ആർ റെഫർ ടു, അതായത് മോർ ദാൻ ടു തിങ്സ്, രണ്ട് കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കും, ബിറ്റ്വീൻ ഉപയോഗിക്കും. രണ്ടിൽ കൂടുതൽ കാര്യങ്ങളാണെങ്കിലോ നമ്മൾ എമംഗ് എന്നുള്ളതാണ് ഉപയോഗിക്കുക. അതായത് എക്സാമ്പിൾ നോക്കിയാൽ, സാം ഈസ് ദി വൈസസ്റ്റ് മാൻ എമംഗ് അസ്, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ഒരാൾ, ഒരു ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ഏത് ഉപയോഗിക്കുക, എമംഗ് ഉപയോഗിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആൾ സാമാണ് എന്ന് പറയാണ്. അപ്പോൾ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മോർ ദാൻ ടു വരുമ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കും, എമംഗ് ഉപയോഗിക്കും.
ഇനി ബിസൈഡും ബിസൈഡ്സും രണ്ട് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ഒരു എസ് വന്നു എന്നേ ഉള്ളൂ രണ്ടാമത്തേൽ അല്ലേ, പക്ഷേ അത് അർത്ഥം മാറി പോകുന്നുണ്ട്. ബിസൈഡ് എന്ന് പറയണത് സൈഡ് ഓഫ്, അതായത് എൻ്റെ അരികിലിരിക്കൂ എന്നൊക്കെ പറയില്ലേ, പ്ലീസ് സിറ്റ് ബിസൈഡ് മീ, എൻ്റെ തൊട്ടിപ്പുറത്ത് ഇരിക്കൂ, എൻ്റെ അരികിലിരിക്കൂ, അരികിൽ എന്നൊക്കെയാണ് ബിസൈഡ് എന്നുള്ളതിൻ്റെ അർത്ഥം. പക്ഷേ ബിസൈഡിലേക്ക് ഒരു എസ് ചേർക്കുന്ന സമയത്ത് ബിസൈഡ്സ് എന്ന് ആവുമ്പോൾ അതിൻ്റെ അർത്ഥം മാറും. എന്താണ് അർത്ഥം വരുന്നത്? മീൻസ് ഇൻ അഡീഷൻ ടു, അതായത് അത് കൂടാതെ എന്ന് പറയില്ലേ, കറക്റ്റ് വാക്കതാണ്. അത് കൂടാതെ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ബിസൈഡ്സ്, എസ് കൂടി വരുമ്പോൾ അത് കൂടാതെ എന്ന അർത്ഥത്തിലേക്ക് മാറും. ഓക്കെ, ബിസൈഡ്സ് എന്ന് പറയുമ്പോൾ അത് കൂടാതെ, അതായത് ഇൻ അഡീഷൻ ടു. ബിസൈഡ്സ് ദീസ് ടോഫീസ് വി നീഡ് എ കേക്ക്. ഈ ടോഫീസ് കൂടാതെ നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ കൂടെ ഒരു കേക്ക് വേണം. കൂടാതെ, ഇത് കൂടാതെ, ഇതും കൂടിയും എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ ബിസൈഡ്സ് എന്ന് പറയുന്നത്, എസ് വരുമ്പോൾ കേട്ടോ. ഇനി ഇൻ ഫ്രണ്ട് ഓഫ്. ഇൻ ഫ്രണ്ട് ഓഫ് മീൻസ് എ പൊസിഷൻ എഹെഡ് ഓഫ് സം വൺ ഓർ സംതിങ്, അതായത് ഒരാളുടെ മേലെയുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് എൻ്റെ മുന്നിലാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഇൻ ഫ്രണ്ട് ഓഫ് ഉപയോഗിക്കുന്നത്. എ ടോൾ ബോയ് ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എൻ്റെ മുന്നിൽ ഒരു ടോൾ ബോയ്, ഒരു നീണ്ടിട്ടുള്ളൊരു കുട്ടി, ഒരു പയ്യൻ നിൽക്കുന്നുണ്ട് എന്ന് പറയാണ്, നീളമുള്ള ഒരു പയ്യൻ നിൽക്കുന്നുണ്ട് എന്ന് പറയാണ്, എൻ്റെ മുന്നിൽ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓപ്പോസിറ്റ് ആണെങ്കിലോ, നമുക്കറിയാം ഓപ്പോസിറ്റ് ഒരു ഫേസിങ് ഈച്ച് അതർ, നമ്മുടെ നേരെ അതർ സൈഡിൽ ഇരിക്കുന്ന ആളിനെ നമ്മൾ എന്ത് പറയും? എൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് എന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട് നമുക്ക് പറഞ്ഞു കൊടുക്കാനാണ് നമ്മുടെ ഓപ്പോസിറ്റ് ആണെന്ന് പറയും, നമ്മുടെ ഓപ്പോസിറ്റുള്ള തൊട്ട് ഓപ്പോസിറ്റുള്ള വീട് എന്ന് പറയും. അതെന്താണ്? ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനാണ്. എക്സാമ്പിൾ നോക്കിയേ, ഹി ടുക്ക് എ സീറ്റ് ഓപ്പോസിറ്റ് ഹെർ. അവൻ്റെ സീറ്റ് എവിടെയാണ്? അവളുടെ ഓപ്പോസിറ്റ്, തൊട്ട് ഓപ്പോസിറ്റാണ് അവൻ്റെ സീറ്റ് എന്ന് പറയുന്നത്. ഇനി ബിനീത്ത് എന്ന് പറയുമ്പോഴോ, ബിനീത്ത് എന്ന് പറയുന്നത് ലോവർ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ അണ്ടർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഏകദേശം സെയിം മീനിങ് വരുന്നതാണ് ബിനീത്ത് എന്ന് പറയുന്നത്. ഇസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ലോവർ പൊസിഷൻ. ദി മണി വാസ് ഹിഡൻ ബിനീത്ത് എ പൈൽ ഓഫ് ബുക്സ്. ബുക്സിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ കാശ് ഒളിപ്പിച്ചിരിക്കുന്നത്, അടിയിൽ എന്നുള്ള അർത്ഥത്തിലാണ് ബിനീത്തും വരുന്നത്. ഇനി വിത്ത് വരുന്നതോ, അതായത് എക്സാമ്പിൾ നോക്കിയേ, വിത്തിൻ്റെ എക്സാമ്പിൾ നോക്കിയേ, ഇൻസ്ട്രുമെൻസിലാണ് മെയിനായിട്ടും. ഇൻസ്ട്രുമെൻസിന് യൂസേജ് വരുമ്പോഴാണ് നമ്മൾ മെയിനായിട്ടും വിത്ത് പ്രിപ്പോസിഷനായിട്ട് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കി, ഹി ഡ്രൂ ദി പിക്ചർ വിത്ത് ഹിസ് ഫേവറേറ്റ് പെൻ. അവൻ ആ ഒരു ചിത്രം വരച്ചത് അവൻ്റെ എന്തുകൊണ്ടാണ്? ആ ഒരു പേന കൊണ്ടാണ്. വിത്ത്, അതായത് അതുകൊണ്ടാണ് എന്ന ഉള്ള അർത്ഥത്തിലാണ് വിത്ത് എന്നുള്ളത് വരുന്നത്. ഓക്കെ, ഹി ഡ്രൂ ദി പിക്ചർ വിത്ത് ഹിസ് പെൻ. അവൻ്റെ ആ ഒരു പിക്ചർ വരച്ചത് എന്തുകൊണ്ടാണ്? അവൻ്റെ പേന വെച്ചിട്ടാണ് എന്ന് പറയില്ലേ നമ്മൾ, അതാണ് വിത്ത് എന്ന് പറയുന്നത്. ഇനി ബൈ ഈസ് യൂസ്ഡ് ഫോർ ഏജൻറ്റ്സ് ഓർ ഡൂവേഴ്സ്, അതായത് എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തികൾ. നമ്മൾ ബുക്കൊക്കെ വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലേ, തൊട്ടു മുന്നേ നമ്മൾ പഠിച്ച ഒരു ഷോർട്ട് സ്റ്റോറി ബൈ ആരായിരുന്നു? എച്ച് മുൻറോ. അപ്പോൾ ബൈ എന്നുള്ളത് അവരാണ് അത് എഴുതിയത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബൈ നമ്മൾ യൂസ് ചെയ്തത്. അതായത് ഡാൻസ്ഡ് ബൈ ഇന്ന ആള് എന്ന് പറയുന്ന സമയത്ത് ബൈ എന്നുള്ളത് ഉപയോഗിക്കുന്നത് നമ്മൾ അവരാണ് അത് ചെയ്തത് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കിയാൽ, മാക്ബത്ത് ഈസ് റിട്ടൺ ബൈ ഷേക്സ്പിയർ. അപ്പോൾ റിട്ടൺ ബൈ എന്നുള്ളത് എന്തിനെയാണ്? അവരാണ് എഴുതിയത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബൈ ചേർത്തിട്ടുള്ളത്. ഇനി അപ് ടു ഇത്ര രൂപ എന്ന് പറയുന്നത്, ആ ഒരു അപ് ടു 20,000 rupees മന്ത്ലി ഫോർ ഹിസ് ഫാമിലി. അതായത് ഹിസ് സ്പെൻഡ്, അവൻ എന്ത് ചെയ്യുന്നുണ്ട്? 20,000 രൂപ വരെ അവൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട്. അപ് ടു, അതായത് ഒരു ലിമിറ്റ് ഉണ്ട്, 20,000. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ടൈം പറയാൻ പറ്റുന്നുണ്ട്, 20,000 എന്നുള്ളൊരു സ്പെസിഫിക് എമൗണ്ട് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുവരെ ആ ഒരു ലിമിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? നമ്മൾ അപ് ടു എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇനി ഇൻ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? യൂസ് ടു ഡിനോട്ട് പൊസിഷൻ, ഡ്രസ്, സറൗണ്ടിങ്സ്, കണ്ടീഷൻ. അതായത് മായ ഇസ് എ ക്ലർക്ക് ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിലെ ക്ലർക്കാണ് മായ, സ്കൂളിലെ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ഇൻ ഉപയോഗിക്കും. ഇനി ഇൻ ടു ഉപയോഗിക്കുന്നതോ എന്തെങ്കിലും ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ മോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറക്ഷനിലുണ്ടാവുന്ന ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടും, അതായത് കൺവേർട്ടഡ് ഇൻ ടു, അതായത് ഈ ഒരു ഇപ്പോൾ എക്സാമ്പിൾ നോക്കി, ദി വുഡൻ പൾപ്പ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു പേപ്പർ. വുഡൻ പൾപ്പ് എന്തായിട്ട് മാറി? പേപ്പറായിട്ട് മാറി. കൺവേർട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ആയി. ഇൻ ടു എന്തിലേക്കാണ് ചേഞ്ച് ആയത്? പേപ്പറിലേക്ക്.
അപ്പോൾ ഇലേക്ക്, അതായത് എന്തിലേക്ക് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഇൻ ടു ഉപയോഗിക്കുന്നത്. ഇനി കൺജക്ഷൻസ് മെയിനായിട്ടും നമ്മൾ ലിങ്കിങ് വെർബ് പറഞ്ഞില്ലേ, അതിൻ്റെ മെയിൻ ഫങ്ഷനാണ് കൺജക്ഷൻസിനും വരുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, കൺജക്ഷൻസ്, കണക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. അതിന് എന്തും കൂടി അറിയപ്പെടുന്നുണ്ട്, കണക്റ്റീവ്സ് അല്ലെങ്കിൽ ലിങ്കേഴ്സ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്, നമ്മൾ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിയും, പക്ഷേ എനിക്ക് ഒരു വേദി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ 2 വാക്കാണത്. എനിക്ക് നന്നായി പാട്ട് പാടാൻ കഴിയും, രണ്ടാമത്തെ വാക്ക് ഏതാണ്, എനിക്കൊരു വേദി കിട്ടിയിട്ടില്ല. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉപയോഗിച്ചത് ഏതാണ്, പക്ഷേ എന്നുള്ള വാക്കല്ലേ. അതേപോലെ പക്ഷേ എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷ് എന്താണ്, ബട്ട്. അപ്പോൾ ആ ഒരു ബട്ട് ഒക്കെ ഇതിലാണ് വരുന്നത്, കൺജക്ഷൻസിലാണ് വരുന്നത്. ഏതാണ് എക്സാമ്പിൾസ് നോക്കി, ആൻഡ്, ബട്ട്, ബിക്കോസ്, ഹൗഎവർ, നൈദർ, നോർ, ഐദർ. അപ്പോൾ ഇതൊക്കെ ഇതിലാണ് വരുന്നത്, കൺജക്ഷൻസിൽ. ഇനി ടൈപ്സ് ഓഫ് കൺജക്ഷൻസിൽ മെയിനായിട്ടും കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ്, അതായത് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് ജോയിൻ ചെയ്യണ വേർഡ്സ്, അതായത് ആൻഡ്, ബട്ട്, സോ, സ്റ്റിൽ, ഫോർ, യെറ്റ്, ദെൻ, ഓർ, എറ്റ്സെട്ര. അതായത് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദി ഡോക്ടർ അഡ്വൈസ്ഡ് ദി പേഷ്യൻറ്റ് ടു ടേക്ക് റെസ്റ്റ് ആൻഡ് ടു ടേക്ക് മെഡിസിൻസ് ഓൺ ടൈം. അതായത് നേരം പോലെ റെസ്റ്റ് ചെയ്യാനും അതേപോലെ എന്തിനു വേണ്ടിയിട്ട്, മെഡിസിൻ കറക്റ്റ് ടൈമിൽ കഴിക്കാനും വേണ്ടിയിട്ട് ഡോക്ടർ അയാളെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 2 വാക്ക് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആൻഡ് ആണല്ലേ യൂസ് ചെയ്തത്. അതും പിന്നെ ഇതും എന്നുള്ളത് കൂട്ടി ചേർക്കാനാണ് ആ ഒരു ആൻഡ് അവിടെ വന്നിട്ടുള്ളത്. ഇനി ഷീ ഡാൻസ്ഡ് വെൽ ബട്ട് ഷീ കുഡ് നോട്ട് വിൻ ദി പ്രൈസ്. അവൾ നന്നായി ഡാൻസ് കളിച്ചു, പക്ഷേ അവൾക്ക് പ്രൈസ് കിട്ടിയിട്ടില്ല. ആ പക്ഷേ എന്നുള്ളത് ഏതാണ്, ബട്ട്. അപ്പോൾ ബട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു കൺജക്ഷൻ 2 വാക്ക് തമ്മിൽ കൂട്ടി ചേർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു ബട്ട് യൂസ് ചെയ്യണത്. പക്ഷേ 2 ഡിഫറെൻറ്റ് കണ്ടീഷനാണ് അല്ലേ. മറ്റേതിൽ അതും കൂടിയും എന്നുള്ള അർത്ഥമായിരുന്നു, ഇവിടെ എന്താണ്, പക്ഷേ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് അവൾ നന്നായി ഡാൻസ് കളിച്ചു, പക്ഷേ എന്താണ്, അവൾക്ക് പ്രൈസ് കിട്ടിയില്ല, പ്രൈസ് അവൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചില്ല എന്ന് പറയും. വാട്ട് ഡു യു വാണ്ട്, ടീ ഓർ കോഫി? ഓർ വന്നത് കണ്ടോ, ചാപ്പിയാണോ, കാപ്പിയാണോ ചായയാണോ വേണ്ടത് എന്ന്, ഏതാണ് വേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്, ഓർ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. കാപ്പി ഓർ ചായ. അപ്പോൾ ഓർ എന്ന് കാപ്പിയാണോ ചായയാണോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഓർ ഉപയോഗിക്കുന്നത്. He is interested in medicine, so he joined the MBBS course. അവന് മെഡിസിനിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അവൻ എന്തിൽ ജോയിൻ ചെയ്തു, MBBSൽ ജോയിൻ ചെയ്തു എന്ന് പറയാണ്. ഇനി സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏത് കഴിഞ്ഞു, നമ്മുടെ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ കഴിഞ്ഞു അല്ലേ. എന്തെങ്കിലും 2 വാക്ക് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ. അതായത് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള 2 വാക്കുകൾ തമ്മിൽ. ഇനി സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്താണ്, മെയിൻ ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് ബിക്കോസ്, അതുകൊണ്ട്, ഹൗഎവർ, സിൻസ്, ഇഫ്, ബിഫോർ, ഇറ്റ്, ആഫ്റ്റർ, ദാറ്റ്, സിൻസ്, ലെസ്റ്റ്, ത്രൂ അല്ല, ദോ, till, when, whenever, while, even, although, as if, despite, in spite of. ഇതൊക്കെ എന്താണ്, സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ ആണ്. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. ഹി ഈസ് ആംഗ്രി ബിക്കോസ് ഹിസ് ഫ്രണ്ട്സ് ടീസ്ഡ് ഹിം. അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്, കാരണം അവൻ്റെ ഫ്രണ്ട്സ് അവനെ കളിയാക്കി. ഓക്കെ, ആ കാരണം എന്നുള്ള വാക്കിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ബിക്കോസ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓരോ വാക്കും ആ ഒരു രീതിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സെൻറ്റൻസ് ആയി. ഓക്കെ, ഒരു 2 സെൻറ്റൻസിൻ്റെ ഇടയിൽ ഈ ഒരു കൺജക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റൻസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അത് ഏത് കൺജക്ഷൻ ആണ് എന്നുള്ളതാണ്. കൺജക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ, 2 സെൻറ്റൻസിൻ്റെ ഇടയിൽ ഒരു വാക്ക് കാണുമ്പോൾ അത് കൺജക്ഷൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഏത് രീതിയിലുള്ള കൺജക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പഠിക്കണം. ഓക്കെ, അത് ഏതിൻ്റെ കാറ്റഗറിയിലാണ് വരണത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. ഇനി എക്സാമ്പിൾ നോക്കിയാൽ, വി ക്യാൻ ഗോ ടു ദി മ്യൂസിയം ഇഫ് യു ആർ ഫ്രീ ടുമാറോ. നീ നാളെ ഫ്രീ ആണെങ്കിൽ, ഇഫ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നാളെ മ്യൂസിയത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇഫ് എന്നുള്ളത് എന്താണ്, ആണെങ്കിൽ എന്നുള്ള രീതിക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അതിലേതെങ്കിലും ഒരു 4 എണ്ണമെങ്കിലും പഠിച്ചു വെക്കാനായിട്ട് നോക്കാം കേട്ടോ, കറക്റ്റായിട്ട് അത് ഏതിൻ്റെ കാറ്റഗറീൻ്റെ അണ്ടറിലാണ് വരണത് എന്നുള്ളത്. ഇനി കോറിലേറ്റീവ് കൺജക്ഷൻസ് മെയിനായിട്ടും കോർഡിനേറ്റേഴ്സ് യൂസ്ഡ് ഇൻ പെയേഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു 2 വാക്ക് തമ്മിൽ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കി, ഷീ ഈസ് നോട്ട് ഓൺലി ഒപ്റ്റിമിസ്റ്റിക്
ബട്ട് ഓൾസോ ഗ്രേസ്ഫുൾ അല്ലേ. രണ്ട് പെയർ വന്നു, ഒന്ന് ഒപ്റ്റിമിസ്റ്റിക്കും ഒന്ന് ഗ്രേസ്ഫുള്ളും, അങ്ങനെ രണ്ട് പെയറിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്. അതായത് അവൾ ഒപ്റ്റിമിസ്റ്റിക് മാത്രമല്ല, അവൾ എന്താണ്, ഗ്രേസ്ഫുൾ കൂടിയാണ്, മാത്രമല്ല കൂടിയാണ് എന്നുള്ളതാണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അവൾ ഒപ്റ്റിമിസ്റ്റിക് മാത്രമല്ല, ഗ്രേസ്ഫുള്ള് കൂടിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, മാത്രമല്ല കൂടിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് നമ്മൾ ഉപയോഗിക്കുക? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. You can either spend this money or deposit it in a bank. either or അല്ലേ, ഓർ അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഐദറും വന്നിട്ടുണ്ട്, മണി ഓർ ഡെപ്പോസിറ്റ്. ആ ഓറ് കണ്ടോ, മണി ഡെപ്പോസിറ്റിൻ്റെ ഇടയിലുള്ള ഓറ്, ആ ഓറും ഒന്ന് റെഡ് കൊണ്ട് ചെയ്യണം. അതായത് ചെയ്ത പോലെ നിങ്ങൾ കാണണം. എന്താണ്, യു ക്യാൻ ഐദർ സ്പെൻഡ് ദിസ് മണി ഓർ ഡെപ്പോസിറ്റ് ഇറ്റ് ഇൻ എ ബാങ്ക്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ പൈസ എന്തെങ്കിലും ചിലവാക്കാം, അല്ലെങ്കിൽ ഇതൊരു ബാങ്കിൽ, അല്ലെങ്കിൽ ഓർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണ് അവിടെ. ഒന്നെങ്കിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഐദർ ഓർ വെച്ചിട്ട് അവിടെ റീപ്ലേസ് ചെയ്യും. ദെൻ ബോത്ത് ടീന ആൻഡ് കാവ്യ ആർ സെലക്റ്റഡ് ഫോർ ദിസ് ജോബ്. രണ്ടാളും, ടീനയും കാവ്യയും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ബോത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇൻ്റർജങ്ഷൻ മെയിനായിട്ടും നമ്മൾ ഈ എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, അയ്യോ എൻ്റെ അമ്മ എന്ന് പറയില്ലേ, നമ്മളെന്ത് പറയും, അയ്യോ എൻ്റെ അമ്മ എന്ന് പറയുന്ന സമയത്ത് അതിൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അതെന്താണ്? ഔച്ച് ഇറ്റ് ഹേർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ആ ഒരു സഡൻ ഫീലിംഗ്, നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ വലിയ ഫീലിംഗ് ഒന്നും വരുന്നില്ല അത് കേട്ടിട്ടുണ്ടെങ്കിലും, ഇംഗ്ലീഷിൽ നമ്മൾ വീഴണ സമയത്ത് നമ്മൾ അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് വീഴില്ലേ, ആ ഒരു രീതിക്കാണ് ഔച്ച് എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. ഐ ഫോർഗോട്ട് ടു ടേക്ക് ദി കീ. അശ്ശോ, ഞാൻ ആ ചാവി എടുക്കാൻ മറന്നു എന്ന് നമ്മൾ പറയില്ലേ, ആ അശ്ശോ എന്നുള്ളതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് കൊടുക്കും? എന്നുള്ളത് കൊടുക്കും. ഓക്കെ, ദെൻ ഇൻ്റർജങ്ഷൻസ് ആർ വേർഡ്സ് യൂസ് ടു എക്സ്പ്രസ് സഡൻ ഇമോഷൻസ്. നമ്മൾ പറഞ്ഞതാണ്, പെട്ടെന്നുണ്ടാവണ ആ ഒരു ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർജങ്ഷൻസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഗ്രാമാറ്റിക് റൂൾസ്. അല്ലെ, ഗ്രാമാറ്റിക് റൂൾസ് ഒന്നും ഇല്ല. അപ്പോൾ ഗ്രാമാറ്റിക് റൂൾസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഒരു സെക്ഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പറയാം? നമുക്ക് ഇൻ്റർജങ്ഷൻ പറയാം അല്ലേ. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, പെട്ടെന്നുണ്ടാവണതല്ലേ, അപ്പോൾ അതിന് ഗ്രാമർ ഒന്നും നോക്കാനുള്ള സമയമില്ല, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകും എന്നുള്ള രീതിക്ക് അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ അതിന് ഗ്രാമർ സെക്ഷൻസ് ഒന്നുമില്ല, ഗ്രാമർ റൂൾസ് ഒന്നുമില്ല എന്ന് ആലോചിച്ചാൽ മതി. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർജങ്ഷൻസിൽ ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്നൊക്കെ പറയണ സമയത്ത് നമ്മൾ എന്തൊക്കെ പറയും? ഹരേ, വാവ്, യിപ്പി എന്നുള്ള രീതിയിൽ, അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഇൻഡിക്കേറ്റിംഗ് പ്രേസ്, അതായത് ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട്, ബ്രില്യൻ്റ് ആണ്, നീ അടിപൊളിയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഏത് ഉപയോഗിക്കും? വെൽ ഡൺ, ബ്രില്യൻറ്റ്, ബ്രാവോ എന്നുള്ളത് ഉപയോഗിക്കും. അപ്പോൾ ഓരോന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇൻഡിക്കേറ്റിംഗ് സർപ്രൈസസ്, അതായത് എന്ത്, നീ ജയിച്ചോ, എന്ത് എന്ന് ചോദിക്കില്ല നമ്മൾ, വാട്ട്, ഗോഷ്, എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ആ ഒരു സർപ്രൈസ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പെയിൻ ഓർ ഗ്രീഫ്, അതായത് ഒരു വേദന, നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞൊരു വേദന വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഔച്ച് എന്നുള്ള രീതിയിലൊക്കെ നമ്മളൊരു വേദന വരുന്ന സമയത്ത്, നമുക്ക് നീറ്റിലൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയില്ലേ, അതാണ് ഇതിൽ പെയിൻ ഓർ ഗ്രീഫിൻ്റെ കാറ്റഗറീൻ്റെ അണ്ടറിൽ വരുന്നത്. കട്ട് മൈ ഫിംഗർ ആൻഡ് നൗ ഇറ്റ് ഈസ് ബ്ലീഡിങ്. എന്താണ്? ഞാൻ അറിയാണ്ട് എൻ്റെ കൈ മുറിച്ചു പോയി, എന്താണ്, എനിക്ക് ഇപ്പോൾ ചോര നിൽക്കണില്ല എന്ന് പറയേണ്ടില്ല, നമ്മൾ ആ ഒരു സഡൻ ഇമോഷൻ അത് കാണിക്കാൻ ഏതിലാണ്? പെയിൻ ഓർ ഗ്രീഫ്. ഇനി ഇൻഡിക്കേറ്റിംഗ് ഡൗട്ട്സ് എന്താണ്? നമുക്ക് ഇതാണോ അത്, ആ ഒരു എന്നുള്ളതില്ലേ, അത് ഏതിലാണ് വരുന്നത്? ഡൗട്ടിലാണ്. ഷാൽ വി ഗോ, അപ്പോൾ എന്നുള്ളതൊക്കെ ഇതിലാണ് വരുന്നത്? ആ ഒരു ഡൗട്ടിൻ്റെ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഷാൽ വി ഗോ, നമുക്ക് പോവാം എന്നുള്ള രീതിയിലൊരു ഡൗട്ടായിട്ടാണ് ചോദിക്കുന്നത്. ഈസ് എവറിത്തിങ് ഓൾ റൈറ്റ്, എല്ലാം കറക്റ്റായിട്ടാണോ നടക്കുന്നത്? ആ ഒരു ഡൗട്ട്ഫുള്ളായിട്ട് ചോദിക്കുകയാണ് ആ ഒരു ചോദ്യം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. ഇൻ്റർജങ്ഷൻസിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓരോ കാര്യങ്ങളും അന്നിടുന്ന വീഡിയോസ് അന്നന്ന് തന്നെ കണ്ട് അതിൻ്റെ നോട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലും കൂടിയും ജസ്റ്റ് ഒന്നൊരു കീവേഡ്സൊക്കെ എഴുതി വെച്ചിട്ടേ, ഒരു പേജോളം മതി ഒരു ചാപ്റ്ററിന്, അങ്ങനെയുള്ളൊരു നോട്ടും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട്, നിങ്ങൾക്ക് മലയാളം വേണോ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് വേണോ അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ച് പോവാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.